നമസ്തേ. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് രൂക്ഷ വിമർശനം. CPMലെ എല്ലാ പദവികളും ഒരു പ്രത്യേക ജില്ലയ്ക്ക് സംവരണം ചെയ്തു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ പാർട്ടി സെൻറ്റർ ഓഫീസ് സെക്രട്ടറി വരെ കണ്ണൂർ ജില്ലക്കാർ. മെറിറ്റും മൂല്യവും പറയുന്ന സെക്രട്ടറി പദവികൾ വരുമ്പോൾ അത് കണ്ണൂരുകാർക്ക് വീതിച്ചു നൽകുന്നു. ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗോവിന്ദൻ ലോബി കളിക്കുന്നു. ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJP വക്താവ് B രാധാകൃഷ്ണ മേനോൻ, മുതിർന്ന പത്രപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പണ്ഡ്യാല ഷാജി, CPM കണ്ണൂർ ലോബിയുടെ കയ്യിലാണെന്ന ആക്ഷേപം പുതിയതല്ല. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് പാർട്ടിയിൽ അപ്രമാദിത്വമുണ്ടെന്നത് വസ്തുതയാണ്. പക്ഷേ ഇതിനെ ആരും പരസ്യമായി ചോദ്യം ചെയ്യാറില്ല. ആ അലിഖിത നിയമമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ നിയന്ത്രണത്തിൽ നിന്നും പാർട്ടിക്ക് മോചനമുണ്ടാകുമോ? ഈ വിമർശനം പ്രധാനമായും ഉന്നയിച്ചത് ആലപ്പുഴ MLA PP ചിത്തരഞ്ജനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുക. ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാധനം വസ്തുതാപരമാണ്, തർക്കമില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, മലബാർ മേഖലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയെന്നും തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ വരുമ്പോൾ അവർക്ക് സംഘടന എന്താണെന്ന് അറിയില്ല, പാർട്ടിയും എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു 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 വേർതിരിവ് വളരെ മുമ്പ് തന്നെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അതിനെ സാർത്ഥകമാക്കുന്ന വിധത്തിൽ പലപ്പോഴായി വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒഞ്ചിയം, കയ്യൂർ, കരിവള്ളൂർ, പാടിക്കുന്ന്, മുനയംകുന്ന്, ഇങ്ങനെ വരുന്ന ഒരുപാട് സംഭവത്തിൻ്റെ സമരപരമ്പരകൾ ഈ സംഭവത്തെ ഒരുപക്ഷെ എന്ത് ചെയ്യാതെ ഞാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രമാനുഗതമായി അത് പലപ്പോഴായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ മേഖലയ്ക്ക് അല്ലെങ്കിൽ മലബാർ മേഖലയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് സമ്പൂർണമായ രീതിയിലേക്ക് അത് തകർക്കപ്പെട്ടത്, മലബാറിനല്ലാതെ മറ്റൊരുപക്ഷത്തുള്ള ആൾക്ക് ഒരു സാധനവും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിത്തീർന്നത് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയും പിന്നീട് പാർട്ടി മുഖ്യമന്ത്രിയുമായി തീർന്നിരിക്കുന്ന അവസ്ഥയിലൂടെയാണ്. അതോടുകൂടിയാണ് മറ്റ് ജില്ലകൾ സമ്പൂർണമായി ഒതുക്കപ്പെടുകയും അതിനകത്ത് ഏതെങ്കിലും ഒരാൾ ഉയർന്നു വരണമെങ്കിൽ അത് ഇയാളുടെ ഗുഡ് ബുക്കിൽ പെടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ അയാൾ പുനഃസംഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾക്ക് വലിയ റോളൊന്നുമില്ല. അയാളെന്താ പറഞ്ഞാൽ അയാൾ മുഖ്യമന്ത്രിയുടെ കൈക്കാരനായി പറയുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വിമർശം ഗോവിന്ദനെതിരെ ഉന്നയിക്കുന്നതിന് പകരം പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നതിന് പകരം ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്, ഉന്നയിക്കുന്നതിന് പകരം ഉന്നയിക്കേണ്ടത് ശരിക്കാരെടുത്താന്ന് പറഞ്ഞാൽ പേരിൽ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറിയുടേതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ കഴിയാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മാത്രം പ്രാപ്തനല്ലാത്ത ഒരാളായി ഗോവിന്ദൻ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ, പാർട്ടി സെക്രട്ടറിയുമാണ് ചരിത്രത്തിനകത്ത് പ്രഥമഗണനീയനായി സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഉള്ള വിമർശം തന്റെ കുന്തമുല തിരിയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. ഇനി നമ്മുടെ രണ്ടാമതായി എടുക്കുന്ന വിഷയം, എന്തിനാണ് ഇത് മുഴുവൻ തന്നെ, അതായത് പാർട്ടി ഓഫീസ് സെക്രട്ടറി വരെ ഈ കണ്ണൂരിൽ നിന്നുള്ള ആളായി മാറ്റി നിർത്തുന്നത് എന്തിനാണ്? അതീ പറയുന്ന ഒന്നുമല്ലാതെ ഇയാളുടെ അധികാരവും അതിനകത്ത് വരാവുന്ന എല്ലാവിധ നീചത്വങ്ങളും അതിനകത്ത് വരാവുന്ന എല്ലാ നൃശംസ രാക്ഷസീയതകളും വരിഞ്ഞു മുറുക്കി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരുതരം അഹങ്കാരത്തിൻ്റെയും ദാർഢ്യത്തിൻ്റെയും ഭാഗമായി വന്നിരിക്കുന്ന സംഭവം മാത്രമാണ്. അതിനകത്ത് അത് ഈ പറയുന്ന സമ്മേളനത്തിനകത്ത് ചർച്ച ചെയ്തു എന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണപരമായ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനെ ഞാൻ മറ്റൊരു രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് വരാനുള്ളത് ഇനി അടുത്തത് കലക്റ്റീവ് ലീഡർഷിപ്പ് ആണ് എന്നാണ്. അപ്പൊ കലക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് പ്രവർത്തനങ്ങൾക്കകത്ത് അതൃപ്തിയുടേതായിരിക്കുന്ന സൂചനകൾ കമ്മിറ്റിയുടെ വിവിധ തലങ്ങളിൽ എവിടെ നിന്നെല്ലാമോ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. അത്തരമൊരു സംശയത്തിന്റെ ആനുകൂല്യമില്ല എങ്കിൽ ഒരിക്കൽ പോലും MV ഗോവിന്ദന് ഇതൊരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് വന്ന് ഒരാളല്ല നയിക്കുക, ഒരു കൂട്ടം നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാനുള്ള സംഭവം എന്താണ്? ഏകപക്ഷീയമായി ഒരാൾക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ നൽകുകയും
ആ ആനുകൂല്യത്തിന്റെ ബലത്തിൽ മൂന്നാം തവണയും അയാൾ തന്നെ വീണ്ടും അവരോധിക്കപ്പെടുമെന്നുണ്ടായിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ സാധ്യതയെ ഗോവിന്ദന്റെ ഈ പ്രസ്താവന ചിലപ്പോൾ ചില സംശയത്തിന്റെ സംശയത്തിന്റെ ഒരു ആനുകൂല്യം അതിന് നൽകുന്നുണ്ട്. അങ്ങനെ വന്നാൽ പോലും വരാതിരിക്കുന്ന സംഭവത്തിന്റെ ഒരു സാധ്യതയെ ഞാൻ കാണുന്നത്, അങ്ങനെ വരില്ല, പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഒരു സാധ്യത ഞാൻ കാണുന്നത്, അത്തരം ഒരു ഗവേണൻസിനെ നയിക്കാനെന്ന് വരിക്കാൻ അതൊരു പുതിയൊരു ബോഡിയെ വെക്കും. ആ ബോഡിയുടെ അധിപൻ ആരായിരിക്കും? ആ ബോഡിയുടെ അധിപൻ നിശ്ചയമായും തീർച്ചയായും ഇയാളായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ അധികാരത്തിന്റെ സാധ്യതകളെ അത് മറ്റൊരു പക്ഷത്തേക്ക് കൈവിട്ടു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചിത്രത്തിലേക്ക് ഒരിക്കലും അയാൾ അതിന് അനുമതി നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുമെന്നോ കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്താണെന്ന് പറയാൻ, അധികാരമില്ലാതെ അയാൾക്ക് ഒരു നിമിഷ നേരം നിൽക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അയാളുടെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഒരു ചരിത്രത്തിന്റെ മുഴുവൻ നാൾവഴികൾ പരിശോധിച്ച് നോക്കിയാൽ ആ പരിശോധിച്ച നാൾവഴികൾ മുഴുവൻ അതാണ്. 1970 തലശ്ശേരിയിൽ നടന്നിരിക്കുന്ന ആദ്യത്തെ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റിൽ ആദ്യമായി ഇയാൾ മൈക്കെടുത്ത് അനൗൺസ് ചെയ്യുന്നതാണ്, നാളെ കേരളം ബന്ദ് ആചരിക്കുന്നു. ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ തലശ്ശേരി ഞടുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതുവരെ ഒരുപാട് പ്രക്ഷോഭ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. പ്രത്യേകിച്ചും 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലുള്ള വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നാളെ കേരളം ബന്ദ് ആചരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ആരാണ് എന്താണ് എന്നൊരു സംഭവം വരുന്നത്. ഇതിന് ശേഷം ഞാൻ പറയാണ്, 55 വർഷം കഴിഞ്ഞു. 55 വർഷക്കാലത്തിനിടയിൽ എന്ത് ക്രിയേറ്റീവായിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് അയാൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്? എന്തൊക്കെ ഒരു പ്രപ്പോസലാണ് കേരളീയ പൊതുസമൂഹത്തിന് വെച്ചത്? ഇത് വെച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ മറ്റൊരു ഉദാഹരണമാണ് പാർട്ടി സമ്മേളന വേദിയിലാണ് ഇയാൾ എന്തുകൊണ്ട് വെച്ചത്. ഇപ്പോ നവകേരളത്തിന്റെ ഒരു പുതുവഴികൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അർത്ഥം? ഇന്നലെ വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഇയാൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിരിക്കുന്ന നവകേരളം എന്ന സാധനം പാളിപ്പോയി എന്നല്ലേ അർത്ഥം? ഈ നവകേരളത്തിന്റെ പുതുവഴി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നവകേരളം നിർമ്മിച്ച് നവകേരളത്തിന്റെ അടിരേഖയിട്ടത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. അത് 1970 സി അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് 1967 57 കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് കൂടി നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 1970 ഈ സി അച്യുതമേനോനാണ്. എന്നാൽ 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭക്കത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ എന്ത് വരുന്നത്? കള്ളിയത്തിന്റെ വ്യവസായത്തിന്റെ ഒരു വലിയ വസന്തം ഉണ്ടാക്കി തീർക്കുന്നത്. ഇവിടെയും നമ്മൾ കാണേണ്ടുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, കേരളം ഏത് രീതിയിൽ വികസിക്കുകയും വളരുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു വിശാലമായിരിക്കുന്ന തലത്തിന്റെ ആധികാരികമായ രേഖ നിർമ്മിച്ചിരുന്നത് സാക്ഷാൽ സി അച്യുതമേനോൻ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറിയും സംയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലയളവിലായിരുന്നുവെങ്കിൽ അതിന്റെ തുടർച്ച ഇല്ലാതിരിക്കുകയും ആ തുടർച്ച പിന്നീട് വരുന്നത് കോൺഗ്രസ്, ലീഗ്, CPI മുന്നണിയിലൂടെയാണ് കേരളത്തിൽ ഈ പറയുന്ന നവകേരളത്തിന്റെ ആധികാരികമായിരിക്കുന്ന ഒരു സംഭവം രേഖ ഉണ്ടായിത്തീരുകയും ചെയ്ത് ആ രേഖയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് TV തോമസ് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാവുകയും തോഷിബ ആനന്ദ് പോലുള്ള പുറത്തുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. ഇങ്ങനെ വരുന്ന ഒരു നാൾവഴികൾ ഉണ്ടാകുമ്പോൾ ഇതിനെ മുഴുവൻ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ജനാധിപത്യ വൃത്തിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പാർട്ടിയെയും സംഘടനയും തന്റെ കൈകീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരൊറ്റ പോയിന്റ് കൂടി അതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഷയം, കിഫ്ബി എങ്ങനെയാണോ ഈ ബജറ്റിന് സമാന്തരമായ ഒരു സാധനമായി അധികാരരൂപമായി മാറുന്നത്, അതിന് സമാന്തരമായിരിക്കുന്ന സംഭവത്തിലാണ് പാർട്ടി സമ്മേളനത്തെ ഇയാളെന്തുകൊണ്ട് അതിരിക്കുകയാണ്? പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യേണ്ട സാധനമാണോ ഇത്? നവകേരളത്തിന്റെ പുതുരേഖ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണത്? ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. അതിന് പകരം ഇത് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവിടെ കൊണ്ടുവന്ന അർത്ഥം എന്താണ്? അത് കൃത്യമായും പാർട്ടിയുടെ കൺസെന്റോടുകൂടി സർക്കാരിൽ ഞാൻ നടത്തുന്ന സംഭവമാണ് എന്നാണ്. നിങ്ങൾ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, ആ ആദ്യത്തെ ചോദ്യത്തെ കൗണ്ടർ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അധികാരം ഒരിക്കലും തന്നെ അയാൾ ആരും വിട്ടുകൊടുക്കില്ല. പാർട്ടി ഗവൺമെന്റിനെ നയിക്കുകയും ഗവൺമെന്റ് ആരെ നയിക്കുകയും ചെയ്തു, തിരിച്ച് പാർട്ടിയെ നയിക്കുകയും ചെയ്യാവുന്ന ഒരു അസാധാരണമായിരിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഇയാൾ ഈ കേരള രാഷ്ട്രീയത്തിൽ തുടക്കമിട്ടത്. അതാണ് ഒന്നാമത്തെ നവകേരളവും ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ നവകേരളത്തിന്റെ തുടക്കത്തിനായി അവതരിപ്പിച്ച രേഖയുടെയും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഇയാൾ അധികാരത്തിന്റെ കേന്ദ്രീകരണം തന്റെ കയ്യിലേക്ക് തന്റെ പാർശ്വവർത്തികളിൽ നിന്ന്
വിട്ടുകൊടുക്കാനുള്ള സാധ്യത നിലവിലുള്ള അവസ്ഥയിൽ വളരെ വിദൂരമാണ്. പാർട്ടി ആഗ്രഹിച്ചാൽ പോലും അതങ്ങനെ വിട്ടുകൊടുക്കാൻ അയാൾ സമ്മതിക്കില്ല. അഥവാ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കണ്ടീഷൻ അതിനകത്ത് രൂപം കൊള്ളാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല എന്നാണ് അതിന്റെ പ്രൈമാ ഫേഴ്സിയിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. വിശ്വസംഭ്യം യെസ്, ബി രാധാകൃഷ്ണ മേനോൻ, അധികാര കേന്ദ്രീകരണം പിണറായിയിൽ. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പി ചിത്തരഞ്ജൻ MV ഗോവിന്ദനെ വിമർശിച്ചത്. ഗോവിന്ദൻ്റെ ലോബി അല്ലെങ്കിൽ കണ്ണൂർ ലോബി അത് പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ പാണ്ഡ്യാല ഷാജിയോടും പറഞ്ഞത് അതാണ്. അത് പണ്ട് മുതലേ ഉള്ള ഒരാക്ഷേപം ആണ്. അതിനെ ആർക്കും പരസ്യമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിണറായി പോലും വിമർശിക്കപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയുള്ളൊരു സൂചനയല്ലേ ഇത്തരം വിമർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ അതിൻ്റെ അവസാനത്തെ പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമായി ആശയത്തിൽ 100% അപ്രസക്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ അത് അപ്രസക്തമാണ് എന്ന് പ്രായോഗികമായി തിരിച്ചറിയുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഉപാധിയായിട്ട് മാറിയതുകൊണ്ടാണ് ഇന്ന് ഈ പിണറായിയുടെ ബിംബത്തെ, ആ ബിംബത്തെ പൂജിച്ചുകൊണ്ട് ആ പിണറായിയുടെ ആശീർവാദത്തോടു കൂടി സംഘടനയെ നയിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രം അവരുടെ താല്പര്യാർത്ഥം കൊണ്ടു നടക്കുന്ന ഒരു ഏർപ്പാടാക്കി. കാരണം എല്ലാ ജനാധിപത്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ ആണല്ലോ അതിന്റെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പഴയ കാല കമ്മ്യൂണിസവുമായി ബന്ധമുള്ള ആളുകളെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാതെ അവിടെ ഇരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് പാണ്ഡ്യാല ഷാജി പറഞ്ഞാണ് ശരി, കൈക്കാരൻ, പിണറായിയുടെ കൈക്കാരൻ. അതെ, പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അദ്ദേഹം നേരിട്ട് അറിയുന്നയാൾ. അപ്പൊ ആ നിലയിലുള്ള ഒരു കൈക്കാരനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഏർപ്പാട്, ആ ഏർപ്പാടായി കമ്മ്യൂണിസം മാറുമ്പോൾ കമ്മ്യൂണിസം കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ പിണറായിസമായി മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിസം പിണറായിസമാണ് എന്ന് നാക്കെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഓരോ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ സുധാകരൻ കവിത എഴുതിയപ്പോ കുന്തവും കുടചക്രവും ഒക്കെ കവിതയുടെ ഭാഗമായി. അദ്ദേഹത്തിന് സജി ചെറിയാന്റെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ കവിതയുടെ രൂപത്തിൽ, എന്നാൽ കാരണം പാർട്ടിയുടെ ഗ്രൂപ്പ് സംവിധാനത്തിൽ ആരൊക്കെ പിണറായിയുടെ കുഴലൂത്തുകാരാണോ അവര് മാത്രം ഈ കാര്യങ്ങളെല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് ഈ സംവിധാനത്തെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുമ്പോൾ, സുധാകരൻ കവിത എഴുതിയത് SFIക്കാർക്ക് നന്നാക്കാനാണ് എന്ന് പറയുമ്പോൾ അതേ SFIക്കാർ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചിട്ട് പിണറായി വളരെ താല്പര്യത്തോടു കൂടി അഭിനന്ദിച്ചുകൊണ്ട് ആണ് പല കാര്യങ്ങളെയും കുറിച്ച് മുൻകാലത്ത് സൂചിപ്പിച്ചു. അപ്പൊ അതേ രീതിയിൽ അപ്പൊ ആ പിണറായിസം ഇവിടുത്തെ കമ്മ്യൂണിസത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പിണറായി പാറപ്പുറത്ത് തുടങ്ങിയ പാർട്ടി ഇന്ന് അതിന്റെ ആഗോളതലത്തിലുള്ള ആശയപരമായ പ്രസക്തി പരിപൂർണമായി അപ്രസക്തമായി എന്ന് തിരിച്ചറിവ് കേരളത്തിൽ ഉണ്ടായപ്പോൾ 47-ൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ 1957-ൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന 47-ൽ നമ്മുടെ നാട് സ്വതന്ത്രമായി, 51-ൽ കേരളമുണ്ട്. ആ 57-ൽ കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസം ഇന്ന് ആ ഒരു കമ്മ്യൂണിസത്തിന് ചെങ്കൊടി എത്രയാണ്? എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് കമ്മ്യൂണിസം നടപ്പാക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ഭരണത്തിന് ഗുണപരമായ മുഖം നൽകിയെന്ന് അവകാശപ്പെടുന്ന അച്യുതമേനോൻ, അദ്ദേഹം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച കാര്യം, അതിനുശേഷം CPI കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം നടപ്പാക്കുന്നത് എന്ന് വിശ്വസിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവിടെ പോയി. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും ചേർന്ന് കോൺഗ്രസിനൊപ്പം ചേർന്നാൽ കോൺഗ്രസുമായി ചേർന്നാണ് കമ്മ്യൂണിസം നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് അവർ വിശ്വസിച്ചു കുറെ കാലം. ഇന്നിപ്പോ
അതിന്റെ തുടർച്ചയായിട്ട് ഈ നാട്ടിലാകെ എത്ര കമ്മ്യൂണിസം ഉണ്ടായി? അത് ഗൗരിയമ്മയുടെ കമ്മ്യൂണിസവും ഫിലിപ്പ് പ്രസാദിന്റെ കമ്മ്യൂണിസവും എല്ലാം ഇങ്ങനെ പല പല കമ്മ്യൂണിസം. അപ്പൊ ആ പല കമ്മ്യൂണിസങ്ങൾ വരുമ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോ ഏറ്റവും വലിയ കമ്മ്യൂണിസം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM കമ്മ്യൂണിസം ഈ നാട്ടിൽ ആളുകളെ സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുന്ന സംവിധാനത്തെ അക്ഷരാർത്ഥത്തിൽ കുറെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് ആ ആശയത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കും. പിന്നെ ഭരണപരമായി ഇപ്പോ മുതലാളിത്തത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടുത്തെ പുതിയ കമ്പനികൾ വരണം, പുതിയ സംവിധാനങ്ങൾ വരണം എന്നെല്ലാം ആശയപരമായി നയവ്യതിയാനങ്ങളും ഉണ്ടാവുകയാണ്. ഇപ്പൊ തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പൊതുമേഖലയിൽ PPP ആവാന്നുള്ളതാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അവസ്ഥ ദുർബലമാണ്, അവയെ രക്ഷിക്കാൻ വേണ്ടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആവാം എന്ന് പറയുന്നു. നമുക്കറിയാം നേരത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അല്ലേ അംഗീകാരം. സർവകലാശാല മാത്രമല്ല, ഇപ്പൊ സ്വകാര്യവൽക്കരണം നരേന്ദ്രമോദി സർക്കാർ പല തലത്തിലും നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് രാജ്യവിരുദ്ധമാണ് മോഡി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഫാസിസമാണ് മോഡി എന്ന് പറയുന്ന അതേ ആളുകൾ ഇന്നിപ്പോ അതേ പാതയിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോ, ഇനിയിപ്പോ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് അപ്രസക്തമാണ് എന്നറിയുമ്പോ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു കാലങ്ങൾ കഴിയുമ്പോ ഒരുപക്ഷെ ഇപ്പോ അവര് കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം, നാളെ അവര് NDAയുടെ ഭാഗമായി വരാനും തയ്യാറാണ് എന്ന മാനസികാവസ്ഥയിൽ എത്തിയാൽ അത്ഭുതപ്പെടേണ്ട. എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ആശയപരമായി കമ്മ്യൂണിസം പരിപൂർണമായി അപ്രസക്തമായി, ഇനിയും ആ സംഘടനയ്ക്ക് പ്രസക്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഭരണരംഗത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവരുടെ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ ആ ഭരണ സംവിധാനം, ആ പാർട്ടി സംവിധാനം ഇന്ന് തയ്യാറാവും. ആ തയ്യാറാവലാണ് ഈ നയവ്യതിയാനം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്കും പാർട്ടി സഖാക്കളുടെ മുന്നിലേക്കുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിക്കുന്നത് എന്ന് 100% വ്യക്തമാണ്. കാരണം അതിനപ്പുറത്ത് ഈ ആശയം പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല. പാർട്ടിക്ക് വീണ്ടും 3ാം പ്രാവശ്യവും അധികാരത്തിൽ വരും എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ കേരളത്തെ സംബന്ധിച്ച് ഈ പാർട്ടിയെ തിരിച്ചറിഞ്ഞവരോ ഈ പാർട്ടി ഭരണത്തിന്റെ അനുഭവങ്ങൾ അനുഭവിച്ചവരോ ഒരു കാരണവശാലും ഇനി അവർക്ക് വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. പക്ഷേ ഒരു തവണ കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം അതോടുകൂടി അതിന്റെ അവസാനമായിരിക്കും. ഒരു 5 വർഷം കൂടി ജനങ്ങൾ അനുഭവിക്കട്ടെ, മലയാളികൾ അനുഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഉള്ളുകൊണ്ട്. അല്ല, പിന്നെ ഇവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹവും ഉണ്ട്. ഏതായാലും ഇത് ഭരണത്തിലൂടെ, കാരണം ബംഗാളിൽ ജ്യോതി ബോസു 5 തവണ കൊണ്ട്, അല്ലെങ്കിൽ 6 തവണ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ, എത്രയോ വർഷങ്ങൾ അവിടെ തുടർ ഭരണം നടന്നു. ആ ഭരണത്തിലൂടെ അതെ അത്രയേറെ 10-50 വർഷം ബംഗാളിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് അവർ പറയുന്നുവെങ്കിൽ, ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയതിന്റെ ചരിത്രം പിണറായിക്ക് അവകാശപ്പെടാൻ സാധിക്കും. പിണറായിയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ചെന്നെത്താനുള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രതയും, അത് പാർട്ടി തലത്തിൽ പാർട്ടി സഖാക്കന്മാര് എന്ന് അവകാശപ്പെടുന്നവരെ കൂടി അതിന്റെ ഭാഗമാക്കി മാറ്റാനും നടത്തുന്ന പരിശ്രമം, ഇതെല്ലാം കാണുമ്പോൾ ഇപ്പോ പഞ്ചായത്ത് തോറും ബാർ അനുവദിക്കുമ്പോൾ, പഞ്ചായത്ത് തോറും സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് വേണ്ടതാണ്, വികസനത്തിന്റെ ഭാഗമാണ്, ആ വികസനമാണ് നാട്ടിൽ ആവശ്യം എന്ന പുതിയ വ്യാഖ്യാനമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഈ ബാർ നടത്തിപ്പുകാരാരാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ സഖാക്കന്മാരെ വ്യക്തമായിട്ട് കാണാം. അവരുടെ പണം, അവരുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്ന പണം, ആ പണം നിക്ഷേപിക്കാനുള്ള ഉപാധിയായിട്ട് നാട്ടിലുടനീളമുള്ള ബാറുകളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാദേശികമായിട്ട് നിങ്ങൾ ഓരോരുത്തരും, കേൾവിക്കാർക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തും നടക്കുന്ന ഈ പുതുതായി ആരംഭിക്കുന്ന പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന ബാറിന്റെ സോഴ്സ് എവിടെ?
ആ സോഴ്സിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുകിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയോ പാർട്ടി ഏരിയ സെക്രട്ടറിയോ പാർട്ടി നേതാക്കന്മാരുടെയോ ഒക്കെ പോക്കറ്റിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്രോതസ്സിലേക്ക് ഈ കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ നിന്നുള്ളത്. ആ നിലയിൽ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കുമ്പോൾ അതിന് ഏറ്റവും പറ്റിയ സെക്രട്ടറി തീർച്ചയായിട്ടും ഗോവിന്ദമാഷാണ്, ഒരു സംശയവുമില്ല. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയെ ഇപ്പോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് പിണറായി കേരളത്തില് ലാവ്ലിൻ കുംഭകോണത്തിലൂടെ, അല്ലെ ലാവ്ലിൻ കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലൂടെ പാർട്ടിക്ക് തന്നെ വിഹിതം നേടിക്കൊടുത്ത കഥ നമുക്കറിയാം. പാർട്ടി സംവിധാനം, ബാലാനന്ദൻ കമ്മിറ്റി അന്വേഷിച്ച് പിണറായിയുടെ ആ ഇടപാടിൽ വലിയ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തിയ ചരിത്രം നമുക്കറിയാം. അപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ തരത്തിലുള്ള പിണറായിയുടെ പ്രവർത്തനങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ചെറുക്കാൻ വേണ്ടി ഒരു വിഭാഗം പരിശ്രമിക്കുന്നു. കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആശയപരമായി ആ സംവിധാനത്തെ ഉൾക്കൊണ്ടവർ, അതിന്റെ ഭാഗമായി ജീവിച്ചവർ, അതിന്റെ ഭാഗമായി ത്യാഗം ചെയ്തവർ, ആ തലമുറയൊക്കെ ഇതിനെ അന്നു മുതൽ എതിർത്തിരുന്നു. പക്ഷെ ഇന്ന് അവരെ എതിർക്കാൻ പോലും കഴിവില്ലാത്തവരായി, അഭിപ്രായം പറയാൻ കഴിവില്ലാത്തവരായി മാറിയപ്പോ ചില ആളുകൾ കഴുത കാമം കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ കവിത എഴുതി തീർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെയ്ത് ചെന്നെത്തുന്നു. അതിനപ്പുറത്ത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരുടെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിൽ ആ കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ വക്താവും പ്രയോക്താവും മുഖ്യമന്ത്രിയും എല്ലാമായി പിണറായി മാറുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ യെസ്, യൂട്യൂബിൽ ചിലരൊക്കെ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ സംവാദത്തിൽ കമ്മികളെ കിട്ടിയില്ല എന്ന്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ 1.5 വർഷമായി CPM-ൻ്റെ പ്രതിനിധികളെ ജനം ഡിബേറ്റിലേക്ക് അയക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ സഹയാത്രികരെ ആശ്രയിക്കാറാണ് പതിവ്. ഇന്നാവട്ടെ ഇടതുപക്ഷ സഹയാത്രികൾ, അവൈലബിൾ ആയിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികർ മറ്റ് ചാനലുകളിലാണ്. ഒരാൾ തന്നെ 2 ചാനലുകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ നോക്കൂ, ഈ CPM പോലുള്ളൊരു പാർട്ടി നേതൃദാരിദ്ര്യം അനുഭവിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ 2 ദിവസമേ ആയുള്ളൂ സംസ്ഥാന സമ്മേളനം തുടങ്ങിയിട്ട്. മിക്ക പത്രങ്ങളിലും ക്യാപ്റ്റനായി പിണറായി തുടരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? അവിടെയാണ് ഈ PP ചിത്തരഞ്ജൻ്റെ വിമർശനത്തെ നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണേണ്ടത്. എന്തായാലും ചിത്തരഞ്ജന് പിണറായി മാറണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരോക്ഷമായി അദ്ദേഹം കണ്ണൂർ ലോബിയെ ആക്രമിക്കുന്നു. കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം പാർട്ടിയിൽ നോക്കൂ. നമുക്കറിയാം TM തോമസ് ഐസക്, MA ബേബി, G സുധാകരൻ, അസംതൃപ്തരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്, അല്ലേ? അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കും ഒരുപക്ഷെ ചിത്തരഞ്ജൻ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. അതിൽ കാര്യമുണ്ട്, ശരിയാണ്, കാര്യമുണ്ട്. കാരണം ഒരു പാർട്ടിക്ക് മാത്രം ഒരു ജില്ലയ്ക്ക് മാത്രം കുത്തകയല്ല, അല്ലേ, ഒരു പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിന് അടിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് അത് വ്യക്തമല്ല, പക്ഷേ അടിയിൽ ചിലത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ചില അടിയൊഴുക്കുകളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇനി 2 ദിവസം കൂടെ സമ്മേളനം ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ വിമർശകർ ആവശ്യപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ CPM-ൽ, കേരളത്തിലെ CPM-ൽ? ഈ പാർട്ടി എന്ന ഒരു സങ്കല്പത്തിന്, പ്രത്യേകിച്ച് CPI മാർക്സിസ്റ്റ് എന്ന ആ ഒരു പാർട്ടിക്ക് രൂപാന്തരം സംഭവിക്കുന്ന കാഴ്ച കുറേയേറെ കാലമായി കാണുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് തീർച്ചയായും കോലം മാറണം. അതനുസരിച്ചുള്ള രൂപാന്തരമാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ രൂപാന്തരപ്പെട്ട് ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ നിന്നും കേരള പാർട്ടി എന്ന രീതിയിലേക്കും, കേരള പാർട്ടി എന്ന നിലയിൽ നിന്നും കണ്ണൂർ പാർട്ടി എന്ന നിലയിലേക്കും ഉള്ള ഒരുതരം കോക്കസ് വൽക്കരണം, ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന ചില സംഘർഷങ്ങൾ, അതിൻ്റെ സ്ഫുലിംഗങ്ങൾ പുറത്തു വരാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ വേദിയാണ്, സ്ഥലമാണ് കൊല്ലം. അതായത് പാർട്ടി സംസ്ഥാന കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ 540ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പുറമേ
ഒരു മുഖ്യമന്ത്രി അനിഷേധ്യ നേതാവ് എന്ന നിലയിൽ രണ്ടാം ഊഴത്തിലേക്ക് LDF നയിച്ച യുഗപ്രഭാവൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തുന്ന വായ്ത്താരികൾ അത് തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ ചില വേറിട്ട ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളെക്കുറിച്ചാണ് ശ്രീ അനിൽ എന്നോട് സൂചിപ്പിച്ചത്. ഇവിടെ ശ്രീ PP ചിത്തരഞ്ജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആലപ്പുഴ MLA കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണോ, അതോ കണ്ണൂർ ലോബി മുൻപ് എന്നത്തേക്കാൾ കൂടുതൽ പാർട്ടിയിൽ പിടിമുറുക്കുന്നു, അത് എന്തിൻ്റെയെങ്കിലും സൂചനയാണോ? നോക്കൂ, രണ്ട് രീതിയിലാണ് കേരളത്തിൻ്റെ സോഷ്യൽ ഫോർമേഷൻ സംഭവിച്ചത്. ഇപ്പോൾ കണ്ണൂർ, മലബാർ ഉൾപ്പെടുന്ന ആ ഒരു കണ്ണൂർ ഉൾപ്പെടെയുള്ള മലബാർ മേഖല, അതിൻ്റെ സോഷ്യൽ ഫോർമേഷൻ്റെ ഒരു ബാക്കി പത്രം കൂടിയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതേസമയം തന്നെ തിരുവിതാംകൂറിലും ഒരു സോഷ്യൽ ഫോർമേഷൻ നടന്നു. അത് മിക്കവാറും ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായത്. അപ്പോൾ ആ ഫോർമേഷന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ, മലബാർ എന്നതും തിരുവിതാംകൂർ എന്നതും, ഇവിടെ മലബാർ ലോബി പിടിമുറുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് പാലക്കാടിന് വടക്കോട്ടുള്ള കണ്ണൂർ കേന്ദ്രീകരിച്ച ആ ഒരു ലോബി, ME ഗോവിന്ദനാണെങ്കിലും ശരി, പിണറായി വിജയനാണെങ്കിലും ശരി, പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാണെങ്കിലും ശരി, മിക്കവാറും എല്ലാവരും, ശൈലജ ടീച്ചറും എല്ലാവരും കടന്നു വരുന്ന ആ ഭാഗത്തു നിന്നാണ്. മുൻകാലങ്ങളിലും സമുന്നത നേതൃത്വം കടന്നു വന്നത് പലപ്പോഴും ആ മേഖലയിൽ നിന്നാണ് എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകുന്നില്ല. തലമുതിർന്ന നേതാക്കൾ, G സുധാകരനെ പോലത്തെ ആലപ്പുഴയിലെ ശക്തനായ നേതാവ്, അതുപോലെ തോമസ് ഐസക്കിനെ പോലെയുള്ള നേതാക്കന്മാർ, അവരെ മുഴുവൻ തന്നെ പ്രായപരിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് രണ്ടൂഴം MLA ആയിരുന്നവർക്ക് മൂന്നാം ഊഴം നിഷേധിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും അതിനൊന്നും വിധേയപ്പെടാതെ ഒരു വ്യക്തിയെ മാത്രം അത് അനിവാര്യമായ നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇളവുകളും നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നത് ഒരു തന്ത്രമെന്ന നിലയിൽ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ രണ്ടാം നിര നേതൃത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന ഭയമാണോ, അതോ ഒന്നാം നിര ലീഡർഷിപ്പിന്, ഏക ലീഡറിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് തുടർഭരണം എന്ന വിലയിരുത്തൽ കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അത് സംഭവിച്ചു. പക്ഷേ അവിടെ വേറിട്ട സ്വരങ്ങൾ ഇപ്പോൾ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ ഉയരേണ്ട സ്വരങ്ങളാണോ ഉയരുന്നത്? എൻ്റെ ന്യായമായൊരു ചോദ്യമാണ്. ഇവിടെ എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ക്രമത്തിൽ ജാതി മത പരിഗണനകൾ മാറി നിൽക്കണം. ഇലക്ഷൻ എന്ന ഒരു സങ്കല്പം തന്നെയില്ല. വിപ്ലവത്തിലൂടെയാണ് അധികാരം പിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു പൊരുത്തപ്പെടലിൻ്റെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന നിലയിൽ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഒരു ഫോഴ്സ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജനാധിപത്യ ലോകത്തേക്ക് അവരെ പറിച്ചു നടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മാറ്റം അനിവാര്യമാണ്. അത് കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾക്കൊണ്ടു. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ സ്വകാര്യ മൂലധനത്തോട് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈദ്ധാന്തികമായി പുലർത്തിയിരുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മൂലധനം പ്രക്രിയകളെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് സ്വകാര്യ മൂലധനം വളരുന്ന അവസ്ഥ അനഭിലഷണീയമാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചേർന്നതല്ല. അത് ധിക്കരിച്ചുകൊണ്ട് ബംഗാളിൽ നീങ്ങി. അങ്ങനെയാണ് നന്ദിഗ്രാമിലേക്കും സെംഗ്രൂറിലേക്കും ടാറ്റയുടെ കമ്പനിയെ നാനോ പ്ലാന്റ് അതുപോലെ കെമിക്കൽ ഹബ്ബായി വികസിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന കർഷകരുടെ ഉൾപ്പെടെയുള്ള രോഷത്തിന് പാർത്തിഭവിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറ മാത്രമല്ല ഓർഗനൈസേഷൻ സ്ട്രെങ്തും ചോരുകയും ഏതാണ്ട് ബ്ലോക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃണമൂലിലേക്കും BJPയിലേക്കും എല്ലാം തന്നെ മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സൈദ്ധാന്തിക അടിത്തറയാണ്, പ്രത്യേകിച്ച് കേരളം പോലെ ചിന്തിക്കുന്ന ഒരിടത്ത് ഒരു വ്യത്യസ്തതയുള്ളൊരു പാർട്ടിയായി നിൽക്കണമെങ്കിൽ ആ സൈദ്ധാന്തിക അടിത്തറ പൂർണ്ണമായി നഷ്ടപ്പെടുത്താനാവില്ല. അതൊന്ന്. രണ്ട്, ഈ നേതൃത്വത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് ധാരണ എന്താണ്? അവിടെ മുഖ്യമന്ത്രിക്കല്ല പ്രാധാന്യം, പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ് അവിടെ പ്രാധാന്യം. ഡെമോക്രാറ്റിക് സെൻട്രലിസം, ജനാധിപത്യ കേന്ദ്രീകൃത അവസ്ഥ, അതാണ് പാർട്ടി സ്ട്രക്ചർ. താഴെ തട്ടിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റികൾ, അതിന് മേലെ തട്ടിലെ ഘടകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് ചേർന്ന് ബൂത്ത് ലെവൽ, ബ്രാഞ്ച് ലെവൽ, മുകളിലോട്ട് ഏറിയ ജില്ല എന്ന് വേണ്ട സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി, ഇങ്ങനെ തിരഞ്ഞെടുത്ത് അവസാനം പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘടന. അതേപോലെ തന്നെ താഴേക്കും ആ പ്രക്രിയ വരണം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? പാർട്ടിയെ ഏതാണ്ട് പൂർണ്ണമായി
തമസ്കരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പ്രാധാന്യം ലഭിക്കുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ആര് തന്നെ ആയാലും, കോടിയേരി ബാലകൃഷ്ണൻ ആയാലും ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ശരി, ഒരു വ്യക്തി, മുഖ്യമന്ത്രി എന്ന വ്യക്തിയിലേക്ക് അധികാരങ്ങളും പാർട്ടിയുടെ ഉൾപ്പെടെ ഡിഫാക്ടോ നിയന്ത്രണവും വന്നു ചേരുന്ന ഘടന യഥാർത്ഥത്തിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് ഘടനയല്ല. പാർട്ടി വേറെ, ഗവൺമെൻറ് വേറെ. കഴിഞ്ഞ ദിവസം ശ്രീ MV ഗോവിന്ദൻ അത് വ്യക്തമായി പറഞ്ഞു. പാർട്ടിയും ഗവൺമെൻറ്റും വെവ്വേറെയാണ്. പാർട്ടിയുടെ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്, ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഗവൺമെൻറ് അവിടെയാണ് നേരത്തെ പണ്ഡ്യാല ഷാജി ചോദിച്ചല്ലോ, അതായത് ഈ നവകേരള രേഖ അതൊക്കെ ഈ പാർട്ടി സമ്മേളനത്തിൽ എന്തിനാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം വീണ്ടും എന്തൊക്കെയോ മാറ്റങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്നൊരു സൂചന ഈ രേഖയിലൂടെ നൽകുകയല്ലേ, വിളിച്ചു പറയുകയല്ലേ. നവകേരളം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഓൾറെഡി ഒരു നവകേരള രേഖ അവതരിപ്പിച്ചതാണ്, 3 വർഷം മുൻപ് അവതരിപ്പിച്ചതാണ്. ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ആ രേഖ 3 വർഷം ഫലം കണ്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതാ അത് വീണ്ടും അപ്പോൾ അതിൻ്റെ റോഡ് മാപ്പാണ്. പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ വീണ്ടും അവതരിപ്പിച്ചു. അപ്പോൾ പുതുവഴികൾ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായി ശ്രീ അനിൽ, വ്യക്തമായ ഒരു ദിശാമാറ്റത്തിൻ്റെ സൂചനയായി വേണമെങ്കിൽ അതിനെ കാണാം. ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടിയുടെ ഭാഗത്തു നിന്നും നടക്കുന്ന ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റാണ്. ലുക്ക്, പ്രൈവറ്റ് ക്യാപിറ്റൽ അത് വിദേശ സ്വകാര്യ മൂലധനമാണെങ്കിലും ആഭ്യന്തര സ്വകാര്യ മൂലധനമാണെങ്കിലും അത് വിദ്യാഭ്യാസ രംഗത്തേക്കും ആരോഗ്യ രംഗത്തേക്കും വരുന്നതിനെ പാർട്ടി എതിരല്ല. അത് മാത്രമല്ല, അത് വെൽക്കം ചെയ്യുന്ന ഒരു ഘടന. 2, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP എന്ന ഓമന പേരിൽ പറയുന്ന ആ ഒരു പൊതുരംഗത്ത് പബ്ലിക്കും പ്രൈവറ്റുമായി സ്വകാര്യ, അപ്പം ഗവൺമെൻറ്റിന് പണമില്ല. അതുകൊണ്ട് സ്വകാര്യ മൂലധനത്തെ ഏതെല്ലാം രീതിയിൽ ചാനലൈസ് ചെയ്യാമോ, സ്വരൂപിക്കാമോ, അത് തെറ്റല്ല. സത്യം പറഞ്ഞാൽ കാൾ മാർക്സിൻ്റെ മുഖത്തേൽക്കുന്ന അടിയാണ്. കാരണം സ്വകാര്യ മൂലധനത്തെയും സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് നടത്തുന്ന വ്യവസായങ്ങളിൽ നേടുന്ന ലാഭത്തെ തെഫ്റ്റ് എന്ന്, മോഷണം എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക രീതി അതൊരു വശത്തെ, അത് പ്രായോഗികമല്ല, നമുക്കറിയാം. 21-ാം നൂറ്റാണ്ടിൽ പ്രായോഗികമാകുന്ന കാര്യമല്ല. പക്ഷേ സ്വകാര്യ മൂലധനത്തെ യാതൊരു മറയുമില്ലാതെ പരസ്യമായി സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ മാറി വരുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞു എന്ന് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. പക്ഷേ അതിന് മറുവശം കൂടിയുണ്ട്. ഇവിടെ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ വളരെ വലിയൊരു പ്രതിഷേധം കേരളത്തിൽ അലയൊലിക്കുന്നു. ആ ഒരു പ്രതിഷേധത്തെ അവിടെ നിന്നുകൊണ്ട്, അതാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞത്. ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ, ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുമ്പോൾ, അപ്പോഴാണോ ഈ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് PSC മെമ്പർമാർക്കും വൻ തോതിലുള്ള ശമ്പള വർധന നൽകേണ്ടത്? ഇതൊരു വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് ഇങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് മാത്രമേ നമുക്ക് കാണാനാവൂ. അതൊരു വശം. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു രീതികളുണ്ടല്ലോ, പാർട്ടിയുടെ സംഘടനാ രീതികളിലും മാറ്റം വരുന്നു. ഇവിടെ വൺ ലീഡർ, ആ ലീഡറിന് അഭിമതനായ ഒരാൾ മാത്രം സെക്രട്ടറിയായിട്ട് വരുന്നു. ആ ലീഡറിനെ തിരുത്താൻ ഉള്ള ഒന്നും തന്നെ സെക്രട്ടറിയുടെ ഭാഗത്ത് വരുന്നില്ല. പക്ഷേ വെയിൽഡ് ഭാഷയിൽ പൊതിഞ്ഞുള്ള ആക്രമണം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചിത്തരഞ്ജനെ പോലെയുള്ള ആളുകൾ വളരെയധികം ഷുഗർ കോട്ടഡ് വേർഡ്സിൽ കണ്ണൂർ ലോബിയെക്കുറിച്ച് പറയുന്നു. ഇനി പ്രായത്തിൻ്റെ പരിധിയെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു ധാരണയായി ഒരു ഭീതിയുടെ അന്തരീക്ഷം പൊതുവെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പിണറായിയെ ആക്രമിക്കുമ്പോൾ പിണറായിയുടെ സംരക്ഷണത്തിന് മറ്റ് മന്ത്രിമാർ വരുന്നില്ല. അവിടെ പിണറായി സൂചിപ്പിച്ചു ചിത്തരഞ്ജൻ. അല്ല, അത് ഒരു ഭാഗത്ത് ഈ കണ്ണൂർ ലോബിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇനി പിണറായിക്ക് ഇനി നിരസം ഉണ്ടാവേണ്ട എന്ന് കരുതിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത്. അതായത് പിണറായി വിമർശനത്തിന് വിധേയമാവുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് മന്ത്രിമാർ പോലും വരുന്നില്ല എന്നുള്ള. പണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസ് ഇതുപോലെ പറഞ്ഞതാണ്, ഒരു വേദിയിൽ ഇതുപോലെ പറഞ്ഞതാണ്. റിയാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അമ്മായിയപ്പനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഭാരിച്ച ചുമതല ഒരു വ്യക്തിയിൽ, മരുമകനിൽ വന്നു ചേരുന്നു എന്ന് പറയുന്നത് വലിയ ഒരു വിരോധാഭാസം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു കളക്റ്റീവ് ആക്ഷൻ, കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് ആണ് പൊതുവെ പറയുന്നതെങ്കിലും കളക്റ്റീവ് ഡിഫൻസ് ഓഫ് പിണറായി ഒരു പക്ഷേ ഒരു രക്ഷാപ്രവർത്തനം, അല്ലേ? രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരുപാട് ട്രോളുകൾ വരുന്നൊരു കാലഘട്ടമാണ്.
ഇപ്പോൾ പാർട്ടി നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമായിട്ട് ഒരു പരിധിവരെ ഈ സമ്മേളനത്തിലെ ചർച്ചകളെ കാണാം. കാരണം സ്വകാര്യ മൂലധനം കൊണ്ടുവന്നില്ല എങ്കിൽ എങ്ങനെയാണ് മധ്യവർഗം സ്വപ്നങ്ങൾ കാണുന്ന, നിറമുള്ള സ്വപ്നങ്ങൾ കാണുന്ന മധ്യവർഗം പുതിയ തരം സ്കൂളുകളിൽ അല്ലെങ്കിൽ മോഡേൺ സിലബസുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അപ്വേർഡ്ലി മൊബൈൽ ചിന്താഗതിയുള്ള ആളുകൾ സ്വകാര്യ മൂലധനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിഭാഗത്തെ പിടിച്ചു നിർത്താനാവൂ. ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതൊരു ചിന്തയാണ്. ആ ചിന്ത കമ്മ്യൂണിസ്റ്റ് രീതികളോട് ചേരുന്നതല്ല എന്ന ഒരു ആക്ഷേപം മാത്രമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ഡോക്ടർ മോഹൻ വർഗീസ്, അത് മാത്രമല്ല, ഇപ്പം നോക്കൂ, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെസ് പിരിക്കാൻ പോവുകയാണ്. അതിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ട് എന്ന് ഗോവിന്ദൻ അത് എൻഡോസ് ചെയ്യുകയും ചെയ്തു. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെസ് പിരിക്കാൻ പോകും. ഇതെങ്ങനെ നിശ്ചയിക്കും? വരുമാന പരിധി, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രോഡക്റ്റിനും സെസ് ചുമത്തുന്ന ഒരു കാര്യം, ഇത് നമ്മളൊരു കാര്യം പൊതുവെ പറഞ്ഞു വയ്ക്കുമ്പോൾ എല്ലാവരും കണ്ണു തുറന്നത് നോക്കും. എന്താണ് ഇതിനകത്തൊരു പ്രായോഗികതയുണ്ടോ? സെസ് പിരിക്കുന്നത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് വശത്തെക്കുറിച്ചൊരു ആലോചന ഇല്ലാതെ പോകുന്നു. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംഭവിക്കും, കൊടുത്തു തീർക്കും എന്ന ഒരു പ്രതീതി, ഒരു പ്രതീക്ഷ, ഒരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു. അത് നല്ല കാര്യം. പക്ഷേ അത് ചെയ്തു തീർക്കാൻ 1 വർഷം കൂടി സമയമുണ്ട് ഗവൺമെൻറ്റിന്. പക്ഷേ അടുത്തൊരു വർഷം പരമാവധി ഡാമേജ് കൺട്രോളിനുള്ള നിലവാണ്. ഇനി ഫൈനലായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തുകൊണ്ട് ഈ നയവ്യതിയാനം, എന്തുകൊണ്ട് വേറിട്ട ഒരു പന്ഥാവ്, ആ പുതിയ വഴി എന്നാണ് നവകേരളത്തിൻ്റെ പുതിയ വഴി. അപ്പം ഇതുവരെ വെട്ടിത്തെളിച്ച വഴികളിൽ ചില കുഴപ്പങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ചില പോരായ്മകളുണ്ട് എന്ന ഒരു അഡ്മിഷൻ കൂടിയാണ്, ഒരു രീതിയിലുള്ള ഒരു അംഗീകാരം കൂടിയാണ്. അങ്ങനെയെങ്കിൽ പുതിയ വഴിയാണ്. ആ പുതിയ വഴി ഏത് രീതിയിലാണ് BJPയുടെ വഴികളുമായും കോൺഗ്രസിൻ്റെ വഴികളുമായും വ്യത്യസ്തത? ഒരു വ്യത്യസ്തമായ പാർട്ടി എന്ന നിലയിലാണെങ്കിൽ വേറിട്ട വഴികൾ എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള വഴികളാകണം. അപ്പോൾ ആ പാർട്ടി ആ പേരിനോട് നീതി പുലർത്താത്ത പുതിയ വഴികളിലാണ് സഞ്ചരിക്കുന്നത്. അത് നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സംഘടനാ പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സ്വകാര്യ മൂലധനത്തിനോടുള്ള കാര്യത്തിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള വേറിട്ട വഴികൾ എന്ന് പറയുന്നത് അധികാരത്തിലേക്കുള്ള വഴിയാണ്. അതാണ് മൂന്നാമത്തെ പിണറായി സർക്കാർ. അപ്പം മൂന്നാം സർക്കാർ നയിക്കുന്നതാര് എന്ന ചിന്ത ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും, ഓരോ മലയാളിയുടെ മനസ്സിൽ ഏത് നേതാവിനെയാവും പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പറയും, ഇല്ല ഞങ്ങൾക്ക് സമയമായിട്ടില്ല, അതിപ്പോൾ പറയാനുള്ള സമയമായിട്ടില്ല, ഇപ്പോൾ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. പക്ഷേ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന നിലയിലല്ലല്ലോ, സിംഗിൾ 1 പേഴ്സൺ ലീഡർഷിപ്പ്. ആ 1 പേഴ്സൺ ലീഡർഷിപ്പ് ഒരു ടൈം ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പിണറായിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഫോർമുലയും കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം അതെനിക്കത് വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തോടുള്ള നിലപാടെന്താണ്? ഇവിടെ മുസ്ലിം ലീഗിനെ പ്രകീർത്തിക്കുകയാണ്. മുൻകാലത്ത് മതനിരപേക്ഷ പശ്ചാത്തലമുള്ളൊരു പാർട്ടിയായിരുന്നു, ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഭാഗികമായെങ്കിലും പങ്കിലമായിരിക്കുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായും SDP-യുമായിട്ടും ഒക്കെയുള്ള ബാന്ധവം മുസ്ലിം ലീഗിനെ കുറച്ചുകൂടെ മാറി ചിന്തിപ്പിക്കുന്നു. UDF-ലേക്ക് മുസ്ലിം റാഡിക്കൽ എലമെൻറ്റുകൾ വരുന്നു എന്ന രീതിയിലുള്ള ഒരു പരിഭവവും ഒരു ആക്ഷേപവും ഒരു വിമർശനവും. പക്ഷേ മുൻകാലങ്ങളിൽ മുസ്ലിം ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ ഇടതുപക്ഷ പാർട്ടികളെയും UDF-നെയും മാറി മാറി സഹായിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ചരിത്രം. അതുമാത്രമല്ല, മുസ്ലിം ബന്ധമാകാം, അത് തീവ്രവാദ മുസ്ലിം അല്ല, മുസ്ലിം സമുദായവുമായി ബന്ധമാകാമെന്ന് ആദ്യം പറഞ്ഞത് MV രാഘവനാണ്, സഖാവ് MV രാഘവനാണ്. ബദൽ രേഖയുമായി അദ്ദേഹം മുന്നോട്ട് വന്നു. അത് പാർട്ടിയെ തന്നെ പിടിച്ചുലച്ചത് നമ്മൾ കണ്ടതാണ്. ആത്യന്തികമായി പാർട്ടിക്ക് പുറത്തേക്ക് MV രാഘവന് പോകേണ്ടി വന്നു. MV രാഘവൻ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് EMSന് തന്നെ തിരുത്തേണ്ടി വന്നു. മുസ്ലിം ജനസാമാന്യത്തെ ഒരുമിച്ച് നിർത്തുക. പക്ഷേ മുസ്ലിം ലീഗിലൂടെ വേണ്ട, തങ്ങൾക്ക് സ്വന്തമായി മുസ്ലിം ജനസാമാന്യത്തെ കുറച്ചെങ്കിലും കൂടെ നിർത്തണമെങ്കിൽ മുസ്ലിം സൗഹൃദമായ ഒരു നിലപാടുണ്ടാകണം. അത് ഈ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ രൂപത്തിലാണോ വരേണ്ടത്, അതോ വേറെന്തെങ്കിലും ഫോർമുലയാണോ, അതോ മറ്റെന്തെങ്കിലും മാജിക് ഫോർമുല ഉണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സൂചനകൾ കാട്ടുന്നത്, ഇപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പാണ്, സമ്മതിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പാണ്, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ കട്ടക്ക് എതിർക്കേണ്ടത് ദേശീയ തലത്തിൽ മുഖ്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ UDF-നോട് സൗഹൃദപരമായ ഒരു നിലപാട് സ്വീകരിച്ചു. പ്രധാനമായും LDF-നും വോട്ട് കിട്ടിയിട്ടുണ്ട്.
പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിങ്സ് ആർ ഡിഫറൻറ്റ്. ഇവിടെ സ്റ്റേക്സ് ആർ വെരി ഹൈ ഫോർ ബോത്ത് UDF ആൻഡ് UDF ആൻഡ് LDF. അത് മാത്രമല്ല BJP പിടിക്കുന്ന വോട്ടുകൾ UDFിനെയാണോ LDFിനെയാണോ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തുന്നത് എന്നതും വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള രീതിയിലുള്ള ചില പൊരുത്തപ്പെടലുകളിലേക്ക് നീങ്ങാനുള്ള സമയമാണ് ഈ ഒരു വർഷം. അതുകൊണ്ട് ഒരു താൻ തന്നെ നേതാവായി വരികയും വരുമെന്ന പ്രതീക്ഷ വരികയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ മാറ്റം ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതാ മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ എന്ന രീതിയിലുള്ള ഒരു വ്യംഗ്യമായ ഒരു നിലപാട് അത് മുസ്ലിം ജനസാമാന്യത്തിന് എത്രത്തോളം സ്വീകാര്യമാകും, മുസ്ലിം ലീഗിനെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ UDFിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന നിലയിൽ കൈവിട്ടുകൊണ്ട് ഒരുപക്ഷെ LDFിലേക്ക് അവർക്ക് വരാൻ സാധിക്കുമോ, ഇതൊക്കെ നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ അതിനെല്ലാമുള്ള വെടിമരുന്ന് ഇടുന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ LDFിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇപ്പോഴും പല പാർട്ടികളിലും ഇല്ലാത്ത ഒരു തുറന്ന ചർച്ചയുണ്ട്. തുറന്ന ചർച്ച എന്ന് പറയുമ്പോഴും അവിടെ ചില സമ്മർദ്ദങ്ങൾ പുറമേയുണ്ട്. എങ്കിൽ പോലും പറയാനുള്ള വേദിയുണ്ട്, സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായത്തിനുള്ള വേദികളുണ്ട്. കാര്യസാധ്യമുള്ളവർ ഒരു പക്ഷേ അത് തുറന്നു പറയില്ല, വെയിൽഡ് ലാംഗ്വേജിലായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ സംഘടനാ തത്വങ്ങൾ മുന്നിൽ നിർത്തി തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് ദിശാബോധം നല്ല നിലയിലാണോ, ശരിയായ ദിശയിലാണോ, കമ്മ്യൂണിസ്റ്റ് രീതിയിലാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം. 4 കോടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് കൊല്ലത്ത് ചർച്ച പുരോഗമിക്കുന്നത്. N. ശ്രീകുമാർ, നേതൃമാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം അവസാനിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. CPM സംസ്ഥാന സമ്മേളനത്തിൽ അത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കുമോ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, അത്ഭുതം സംഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു CPM. അത് VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തോടുകൂടി അത് നിലച്ചു. ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതുപോലെ അങ്ങനെ സംഘടനാപരമായ ബലമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് ആണ് ആ പാർട്ടി ഇന്ന് അവരുടെ സമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പത്രലേഖകരോട് പറഞ്ഞത് സമ്മേളനത്തിൽ വിമർശനങ്ങളൊക്കെ നടന്നു, മുഖ്യമന്ത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, വേറെ വിമർശനങ്ങളായിട്ട് പുറത്തു വന്നത് മുഖ്യമന്ത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ മന്ത്രിമാർ അതനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഒരു സമീപനമാണ് CPMൻ്റെ പ്രതിനിധികളടക്കം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയതായി രൂപീകരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അത് ആരൊക്കെയാണ് വരിക എന്നുകൂടി വ്യക്തമായാൽ മാത്രമേ ഈ പാർട്ടിയുടെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകൂ. അതുകൊണ്ട് അത്ഭുതവും അമ്പരപ്പൂന്നും നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. പാർട്ടി സമ്മേളനങ്ങൾ കൃത്യമായി നടത്തുന്നതിലും അതിനൊരു ചട്ടക്കൂട് രൂപീകരിക്കുന്നതിലും CPM എന്തായാലും മിടുക്ക് കാണിക്കാറുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. മറ്റേത് പാർട്ടിയെക്കാട്ടിലും ഭംഗിയായി സംഘടന കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഘടന കൊണ്ടു നടക്കുമ്പോൾ വിഭാഗീയത അടിത്തട്ടിലുണ്ട് എന്ന് ആ പാർട്ടിക്ക് ഇന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വിഭാഗീയത അടിത്തട്ടിലുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് പ്രകടമായതുകൊണ്ടാണ്. എങ്ങനെയാണ് പ്രകടമായത്? ഒളിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ അത് പരസ്യമായി. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ചർച്ച നടത്തി. കൊഴിഞ്ഞമ്പാറയിൽ അവർ ബദൽ സമ്മേളനം കൊടി ഉയർത്തി നടത്തി. പല ബ്രാഞ്ച് കമ്മിറ്റികളിലും വിഭാഗീയത രൂക്ഷമായി. ഇതെല്ലാം ചാനലുകളിൽ വന്നു കണ്ടു. അതുകൊണ്ട് അത് ഒളിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാർട്ടിയെക്കുറിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നേരെ മറിച്ച് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വിഭാഗീയതയുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അതായത് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം ഒരു വാഴ്ത്തുപാട്ട് കാലമാണെന്നറിയാമല്ലോ. അപ്പോൾ അത്തരം ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രതിനിധി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കില്ല എന്നാണ് ഉത്തരം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ പ്രാണസർവസ്വം എന്നാണ് പാർട്ടി നേതൃത്വം പഠിപ്പിച്ചിരിക്കുന്നത്.
പഴയ കാലത്ത് ഇവിടെ ശ്രീ പാണ്ഡ്യാല ഷാജിക്കൊക്കെ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഓർഗനൈസേഷനിൽ എത്തിക്സ് ഉണ്ടായിരുന്നു. ആ എത്തിക്സ് പ്രകാരം ഒരു വ്യക്തി പറയുന്നതിലല്ല, കൂട്ടായി ശാസ്ത്രീയമായി എടുക്കുന്ന തീരുമാനങ്ങളിലാണ് കാര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൂട്ടായി അത് ശാസ്ത്രീയമായി എടുക്കുന്ന തീരുമാനം ഈ പാർട്ടി ഇതുവരെ കൈക്കൊണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കേരള വിഷയമാണെങ്കിലും ഇപ്പോഴുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ UDF കൊണ്ടുവന്ന ആലോചനകൾ അപ്പാടെ എടുക്കുന്നതും ഒക്കെ സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? മധ്യവർഗ വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ പാർട്ടി ആദ്യം അടിസ്ഥാന വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു, ഇപ്പം മധ്യവർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നാളെ അവർ സമ്പന്ന വർഗത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. കാരണം അടിസ്ഥാന വർഗത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് ചിന്തയില്ല. കാരണം AI സിദ്ധാന്തമാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോയിരിക്കുന്നു. രണ്ടാമത് തൊഴിലാളികളുടെ ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ്. തൊഴിലാളികളുടെ ഒരു പാർട്ടിയുടെ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്നും CPIM-ന്റെ നയപരിപാടികൾ നടപ്പാക്കാനുള്ള ഗവൺമെൻറ് അല്ല ഇതെന്നും ഗോവിന്ദ മാഷ് 2 ദിവസം മുമ്പ് പറഞ്ഞു. തൊഴിലാളികളുടെ ഒരു ഗവൺമെൻറ് അല്ലെന്ന് കുറേ കാലം മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് മധ്യവർഗത്തിൻ്റെ കാര്യം. മധ്യവർഗം എന്ന് വെച്ചാൽ ആരൊക്കെയാണ് മിസ്റ്റർ നമ്പ്യാർ? അതിൽ KSRTC ജീവനക്കാർ ഉൾപ്പെടും, അതുപോലെ ശരാശരി ജീവിതം നയിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. KSRTC ജീവനക്കാരൻ്റെ കാര്യം പാർട്ടി എത്ര കാലമായിട്ട് ഗവൺമെൻറ് നോക്കിയാൽ നമുക്കറിയാമല്ലോ. ഇനി അവർ ഈ ഗവൺമെൻറ് ഈ സമ്മേളന കാലത്ത് അവർ ഒരു ധനമന്ത്രിയെ പുകഴ്ത്തിയിരിക്കുന്നു. അത് പരസ്യമായി പുകഴ്ത്തി. ഈ ഗോവിന്ദ മാഷ് രഹസ്യമായുള്ള നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പരസ്യമായി പുകഴ്ത്തി ധനമന്ത്രിയുടെ കഴിവിനെക്കുറിച്ച്. അപ്പോൾ ധനമന്ത്രിയുടെ കഴിവിനെക്കുറിച്ച് പുകഴ്ത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൂട്ടാത്തതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിലെ ആവശ്യങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ട് ട്രഷറിയിലെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ. അപ്പോൾ ധനമന്ത്രി മിടുക്കനല്ല എന്ന് പാർട്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF-ഉം പ്രതിപക്ഷവും വിമർശകരും പറയുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെ ശരിവെക്കലായിരിക്കും. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ട സൂത്രമാണ് ധനവകുപ്പ് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ഏറ്റവും അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ധനവകുപ്പാണെന്ന് വ്യക്തമാണല്ലോ. കാരണം സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ധൂർത്ത എന്ന് പറഞ്ഞുകൂടെ വരുന്നത്. നമ്മുടെ ഈ ചില അവർക്കിഷ്ടമുള്ള ചില കേന്ദ്രങ്ങളിൽ ശമ്പള വർധന ഉണ്ടായത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ GST കുടിശ്ശിക കിട്ടാൻ വേണ്ടി കേന്ദ്രത്തിൽ പ്രേമേന്ദ്രൻ എന്ന UDF നേതാവ് വേണ്ടി വന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനത്തിലാണ് ഇവർ ധനമന്ത്രിയെ പരസ്യമായിട്ട് പോയിട്ട് ഗോവിന്ദ മാഷ പത്രസമ്മേളനത്തിൽ? അവൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ധനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് പുകഴ്ത്തിയില്ലെങ്കിൽ ധനവകുപ്പിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്ന ആരോപണം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പം നമ്മൾ 3 കാര്യം ഇവിടെ കണ്ടു. ഒന്ന്, പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത, അത് നമ്മൾ TV-യിലൂടെ കണ്ടു, അത് പാർട്ടി അംഗീകരിച്ചു. 2, നമ്മളുടെ വാട്ടുപാട്ട് കാലത്തുള്ള പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് അത് നമ്മൾ കണ്ടു, അംഗീകരിച്ചു, അത് മധ്യവർഗത്തിൽ എത്തി നിൽക്കുന്നു. 3ാമത് ധനമന്ത്രിയുടെ കാര്യമുണ്ട്. ഇനി എന്താണ് പറയുന്നത്? അവർ ഇപ്പോൾ പറയുന്നത് സെസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതായത് ജനങ്ങളിൽ നിന്നും പണം പിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പച്ച മലയാളം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കൃത്യമായിട്ട് തന്നെ മനസ്സിൽ എൻ്റെ ചിത്രമില്ലെങ്കിൽ പോലും, നയനാർ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലം, അത് 2000 നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ കൊണ്ടുവന്ന 2 കാർഡുണ്ടായിരുന്നു. ഒന്ന് റവന്യൂ കാർഡും ഒന്ന് കൺസ്യൂമർ കാർഡും. ഈ 2 കാർഡും അന്ന് പ്രതിപക്ഷം എതിർത്തതാണ്. ആ 2 കാർഡാണ് അന്നത്തെ ഗവൺമെൻറ്റിനെ ചുമപ്പ് കാർഡാക്കി മാറ്റിക്കൊണ്ട് ഭരണം നഷ്ടപ്പെട്ട AK ആന്റണി അധികാരത്തിലേറിയത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി പിന്നെ പറയുന്ന കാര്യം എന്താണ്? നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ. അപ്പോൾ നവകേരളത്തിലേക്കുള്ള പുതിയ വഴികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നവകേരള സദസ്സാണ് വരുന്നത്. നവകേരള സദസ്സ് നടത്തിയത് നവകേരളത്തിലേക്കുള്ള പുതുവഴി അല്ലേ? അങ്ങനെയെങ്കിൽ ആ പുതുവഴിയിൽ, ആ വഴിയിൽ, നവകേരള സദസ്സിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരുപാട് അതിക്രമങ്ങൾ കണ്ടു. മാത്രമല്ല അവർ ഒരുപാട് സദസ്സുകൾ നടത്തി. സാംസ്കാരിക സദസ്സ്, വനിതാ സദസ്സൊക്കെ നടത്തി. അവർ ഒരു സദസ്സ് അവർ നടത്തിയില്ല. അതേത് സദസ്സാണ്? സഹകാരി സദസ്സ്. എന്താണ് സഹകാരികളുടെ പ്രത്യേക സദസ്സ് പിണറായി വിജയൻ നടത്താതിരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കരുവന്നൂർ വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് കൊണ്ടല്ലേ? ഇനി അതുപോട്ടെ, ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പാർട്ടിയുടെ അവരുടെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് സഹകരണ മേഖലയിലെ നേതാക്കൾ വായ്പ എടുക്കുന്നതിനെക്കുറിച്ച് അറിയണം. അങ്ങനെയാണെങ്കിൽ ആ നവകേരള സദസ്സ് കാലത്ത് സഹകാരി സദസ്സ് നടത്തിയിട്ട് ഇത് കൃത്യമായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. അന്ന് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി നേതാക്കളുടെ കള്ളത്തിന് പുറത്താകും എന്നതുകൊണ്ടാണോ? ആയിരിക്കാം.
ഇനി മറ്റൊരു കാര്യം എന്താണ്, നിങ്ങൾ ഇത്രയും നേരം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന മുഖ്യമായ കാര്യം തുടർ ഭരണമാണ്. ഇതേ തുടർ ഭരണത്തെക്കുറിച്ച് പറയുന്ന പാർട്ടി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തുടർ ഭരണം പാർട്ടിയിലെ ചില അനഭിലഷണീയ പ്രവണതകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാക്കുകയും പാർട്ടി നേതാക്കൾ തെറ്റായ വഴിക്ക് നീങ്ങുകയും ചെയ്തത് തുടർ ഭരണത്തിലെ ന്യൂനതയാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ പാർട്ടിയെ സംശുദ്ധമാക്കാൻ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ നല്ലത്? ഇങ്ങനെ ചിന്തിച്ച ഒരു പാർട്ടിയാണ് CPI. അതെന്താണെന്ന് വെച്ചാൽ കാനൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് ഒരു ചോദ്യം കാനത്തോട് ചോദിച്ചു തുടർഭരണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറയാറായിട്ടില്ലെന്നാണ്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് തുടർഭരണം കൊണ്ട് CPI വളർന്നില്ല. അനിൽ നമ്പ്യാർ, തുടർഭരണം കൊണ്ട് CPIയുടെ മന്ത്രിമാർ ഉള്ള നിയോജക മണ്ഡലത്തിൽ പോലും CPM ആണ് നേതൃത്വം ഏറ്റെടുത്തത്. CPIയുടെ മന്ത്രിമാരുണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തിലെ ശക്തി CPMനായതുകൊണ്ട് CPI അവിടെ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഫലത്തിൽ CPI വളർന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്ക് തുടർഭരണം ഇഷ്ടപ്പെട്ടില്ല. സമാനമായ രീതിയിൽ ഇവിടെ വന്നില്ലെങ്കിൽ പോലും നേതാക്കൾക്കിടയിലെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പാർട്ടി ഇന്ന് അവരുടെ സംഘടനാപരമായ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ EP ജയരാജൻ്റെ പ്രവർത്തനം ഇപ്പോൾ മെച്ചപ്പെട്ടു. മിസ്റ്റർ നമ്പ്യാർ, താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായെന്ന്? LDF കൺവീനർ ആയിരിക്കെ അദ്ദേഹം ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നയിച്ച ജാഥയിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം അദ്ദേഹം പ്രകാശ് ജാവദേക്കർ എന്ന BJP നേതാവുമായി കണ്ടതിൻ്റെ പേരിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചതായി വാർത്ത വന്നു. അദ്ദേഹം അതൊരു വാരികയിലൂടെ പരസ്യമായി നിഷേധിച്ചു. EP ജയരാജൻ പ്രശ്നങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അതിനുശേഷം ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയത് വന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഈ തുടർഭരണത്തിൽ സംഭവിച്ചതായിട്ട് എന്തുകൊണ്ടാണ് പാർട്ടി കരുതാതിരിക്കുന്നത്? അപ്പോൾ പാർട്ടി പുറത്തു പറയുന്നത് ഒന്നും അവരുടെ ഉള്ളിലുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മുഖ്യമന്ത്രിയാണ് പൊതുഭരണ വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ഈ രണ്ട് വകുപ്പിലല്ല ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. ADM ആത്മഹത്യ ആയാലും ശരി, അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ വനിതയ്ക്ക് പാർട്ടിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടതിന് വിധേയമായ സംഭവമാണെങ്കിലും ശരി, IAS തലപ്പത്തെ പരസ്പര ഭിന്നതയാണെങ്കിലും ശരി, പോലീസ് തലപ്പത്തെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, നാട്ടിലെ റാഗിങ്, വിദ്യാർത്ഥി സംഘടന, ആത്മഹത്യകൾ ഉൾപ്പെടെയുള്ള ക്രമസമാധാന പ്രശ്നമാണെങ്കിലും ശരി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? ഇനി അതുകൂടാതെ തന്നെ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നില്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണെന്ന് ഒരു സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞു എന്ന് പുറത്തു വരികയാണെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ടത് ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയും കൃത്യമായും ആത്മാർത്ഥമായും സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അവർ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പ്രതിപക്ഷം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എന്ത് മണ്ടത്തരമാണത്? മുഹമ്മദ് റിയാസ് മരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മരാമത്ത് എൻ്റെ കീഴിലുള്ള റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാസ് അവിടെ വിമർശിക്കപ്പെടും. G. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റോഡുകളെ കുറിച്ച് ഒരു ഘട്ടത്തിൽ. അത് പോരാഞ്ഞിട്ട് റിയാസ് ഒരിക്കൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മറ്റു മന്ത്രിമാർ മുന്നിൽ വരുന്നില്ല. അത് വാർത്തയായി വരുമ്പോൾ റിയാസ് വിമർശിക്കപ്പെടും. ഇങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ അത് വളഞ്ഞിട്ട് ആക്രമിക്കൽ എങ്ങനെയാവും? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി എത്രത്തോളം വളഞ്ഞിട്ട് ആക്രമിച്ചു CPM? അപ്പോൾ പാർട്ടിക്ക് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി. എന്തിനാണ് മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയത്? ഗോവിന്ദ മാഷ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് എഴുതുകയാണെങ്കിലും അത് ഗവൺമെൻറ് വിരുദ്ധമായാൽ നടപടി ഉണ്ടാകും എന്ന് വെച്ചാൽ കേസെടുത്തല്ലോ. ചാനൽ ലേഖികമാർക്കെതിരെ കേസെടുത്തല്ലോ. അതുമാത്രവുമല്ല, അസംബ്ലിയിലെ ജനം TV-യുടെ ക്യാമറമാൻ ഉൾപ്പെടെ പോകാൻ പറ്റില്ല. അസംബ്ലിയിലെ ജനം TV-യുടെ അക്രഡിറ്റേഷനുള്ള ഗവൺമെൻറ് അംഗീകൃത പത്രലേഖന് നിയമസഭയിലെ വളപ്പിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല, ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റുന്നില്ല. ഇത് ഒരു നിരോധനമല്ലേ?
ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യത്തേതാണ്. ഇന്നേ വരെ കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയും പത്രലേഖകരെ വിലക്കിയിട്ടില്ല, നിയമസഭാ സമ്മേളനം വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സമ്മേളനം നടത്തുമ്പോൾ അതിൽ എന്ത് ജനാധിപത്യമാണുള്ളത്, എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണുള്ളത്? ഇതൊക്കെ പോട്ടെ, ഈ സമ്മേളനം നടക്കുമ്പോഴാണല്ലോ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നു. ആശാവർക്കർമാർക്ക് കൂലി കൂട്ടി കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഡയസിലിരിക്കുന്ന മുൻ മന്ത്രിയായ എളമരം കരീമാണ്. എളമരം കരീം ഇന്ന് പറഞ്ഞത് ആശാവർക്കർമാരെ അപഹസിക്കുന്നു, പാർട്ടിയുടെ നേതാക്കൾ അവരെ അപമാനിക്കുന്നു. ആ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാതെ ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ പാർട്ടി എന്ത് തൊഴിലാളി സ്നേഹമാണ് പാർട്ടിയുടെ പ്രതിനിധികളോട് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രതിനിധി ആശാവർക്കർമാരുടെ സമരം ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിച്ചാൽ പാർട്ടി നേതൃത്വം എന്ത് മറുപടി പറയും? അത് നല്ല മറുപടി പറഞ്ഞാൽ പോലും പുറത്ത് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത്ര വിമർശനമുണ്ട്. ആരുടെ? എളമരം കരീം വിമർശിച്ചിട്ടുണ്ട്, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ വിമർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അവിടെ ഒരു കുട കൊടുത്തപ്പോൾ കുട മാത്രമല്ല കൊടുത്തത്, മറ്റെന്തോ കൂടെ കൊടുത്തു എന്ന് അപഹസിച്ച CITU നേതാവിന്റെ പ്രസംഗമടക്കം പുറത്തു കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോൾ ഈ സമ്മേളനത്തിലെ പ്രതിനിധികൾ ഏത് രീതിയിലാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പാർട്ടിയെക്കുറിച്ച് നല്ലത് പറയാം? അപ്പം നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പാർട്ടി ചില പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ആ പ്രതിനിധികൾക്ക് ചിട്ടയായ അറിവുണ്ടാവും. എന്ത്? ഞങ്ങൾ ഇന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കിട്ടും. കടക്ക് പുറത്ത് എന്നുള്ള ആ ഒരു വാക്കിൻ്റെ ശൗര്യം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറയും? മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം നല്ലതാണ്, മറ്റുള്ളവരുടെ പ്രവർത്തനം മോശമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം നല്ലതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ക്യാബിനറ്റിന്റെ പ്രവർത്തനം നല്ലതാണെന്നാണ്. മുഖ്യമന്ത്രിയാണല്ലോ ക്യാബിനറ്റിന്റെ നായകൻ. അപ്പൊ ഒരു മുഖ്യമന്ത്രിയും രാജിവെച്ചാൽ ക്യാബിനറ്റ് രാജിവെക്കപ്പെടും. ഒരു മുഖ്യമന്ത്രി വിമർശന വിധേയനായാൽ ക്യാബിനറ്റ് വിമർശിക്കപ്പെടും. പക്ഷേ മുഖ്യമന്ത്രി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു, മന്ത്രിമാർ ഉയരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ള? അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു, പക്ഷേ മന്ത്രിമാരെ പുകഴ്ത്തുന്നില്ല. മിടുക്കനായ ഒരു പ്രതിനിധിയാണെങ്കിൽ മന്ത്രിമാരെ രൂക്ഷമായി വിമർശിക്കുകയും മുഖ്യമന്ത്രിയെ അകമഴിഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ ഇവർക്ക് അവിടെ പരിഹസിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ഒരു മാസം മുമ്പ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനം നടക്കുമ്പോൾ ഫിനിക്സ് പക്ഷി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ വാഴ്ത്തി ഒരു പാട്ട് പാടിയപ്പോൾ വാർത്താലേഖകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ വാഴ്ത്തുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും നല്ല രണ്ട് വാക്ക് പറയുന്നതിൽ നിങ്ങൾക്കെന്തിനാണ് ഇത്ര എതിർപ്പെന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത്, വാഴ്ത്തുപാട്ടുകാരുടെ കാലത്ത് CPM സമ്മേളനം ചേരുമ്പോൾ അത് 4-5 ദിവസം ഒരു ഹാളിൽ ചേർന്നിരുന്ന് പരസ്പരം സംസാരിച്ച് പിരിയുക എന്നുള്ള കവിഞ്ഞൊന്നുമില്ല. സുധാകരൻ എഴുതിയ കവിതയാണ് ഈ സമ്മേളനത്തിനൊപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കവിത സുധാകരൻ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മുൻ മന്ത്രിയായിരുന്ന, സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കേരളത്തിലെ സമുന്നതനായ ഒരു സുധാകരൻ ഇന്നും CPMന്റെ നേതാവാണ് എന്നുള്ളതാണ്. ഇത്രയും ഒക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അതായത് സംഘടനാപരമായ കാര്യത്തിൽ പാർട്ടിക്ക് ഇന്നും ഒരു കെട്ടുറപ്പോടെ നേതൃത്വത്തിൽ കെട്ടുറപ്പുണ്ടെന്ന് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറമേക്ക് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം. പക്ഷേ അടിസ്ഥാന വർഗത്തിൽ വിഭാഗീയത വന്നു എന്ന് പാർട്ടി കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം അത് പരിഹരിക്കാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ് പാർട്ടി പറഞ്ഞത്? പാർട്ടി കേന്ദ്രത്തിലുള്ള നേതാക്കൾ ചെല്ലണമെന്ന്. എങ്ങനെ ചെല്ലാൻ പറ്റും? മാർച്ച് നടത്തുകയാണ് ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് CPMന്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ അവരെ തടഞ്ഞത് നേതാക്കളല്ല. അവരെ തടയാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി നിരത്തി നിർത്തിയത് പോലീസുകാരെയാണ്. പാർട്ടി നേതാക്കളെ പാർട്ടി ഓഫീസിലേക്ക് വരുമ്പോൾ പോലീസുകാരെ കൊണ്ട് തടഞ്ഞ ഒരു പാർട്ടിക്ക് പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത്രയും കാലം 8 വർഷം ഭരിക്കുകയാണ്. ഏതാണ് ഇത്രയും കാലം ഭരിച്ചിട്ട് CPMന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, ഒരു അഭിമാന പദ്ധതി, ഒരു കൊടിയടയാള പദ്ധതി ഏതാണ് CPMന്റെ, ഈ ഗവൺമെന്റിന്റെ?
വിഴിഞ്ഞമാണ് ഇന്നേ വരെ ഉയർത്തിപ്പിടിക്കുന്നത് ചോദിച്ചിട്ടും ഇപ്പോഴും. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. വിഴിഞ്ഞമാണ് പറഞ്ഞതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് UDF-ന്റെ ഇപ്പോഴും, കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞമാണെങ്കിലും സ്മാർട്ട് സിറ്റി ആണെങ്കിലും എല്ലാം ഇപ്പൊ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളുമാണ്. അത് UDF-ന്റെ കാലത്ത് ഇവരെ എതിർത്ത് TP ശ്രീനിവാസനെ തല്ലി നിലത്തിട്ട കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണുള്ളത്? അതുമില്ല. ഇനി അതൊക്കെ പോട്ടെ, പാർട്ടി ജനങ്ങൾക്ക് ജനകീയ ഗവൺമെന്റ് എന്നാണല്ലോ പറയുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. അതിലൊരു സുപ്രധാനമായ വാഗ്ദാനം ക്ഷേമ പെൻഷൻ ഈ കഴിഞ്ഞ ബജറ്റിൽ 2500 രൂപയാക്കുമെന്നായിരുന്നു. അതാക്കിയില്ലല്ലോ. എന്തുകൊണ്ടാക്കാൻ പറ്റിയില്ല? അപ്പം ധനസ്ഥിതി മോശമാണ്. സാമ്പത്തികമായി കേരളം തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രൊഫസർ KV തോമസ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പോയിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. അപ്പം നിർമ്മല സീതാരാമൻ അദ്ദേഹം പറഞ്ഞു, ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള ഓണറേറിയത്തിന് പണം തരണം. അപ്പം നിർമ്മല സീതാരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് കേൾക്കുന്നു, കണക്ക് കൊണ്ടുവരൂ, കണക്ക് കൊണ്ടുവന്നാൽ തരാം. അപ്പോൾ നാളെയോ മറ്റന്നാളോ സമ്മേളനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് കൊണ്ടുപോകാതിരുന്നത്? 2 ആഴ്ച മുമ്പ് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെയും കൂടെ കൂട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് കേന്ദ്രത്തോട് പറഞ്ഞൂടെ? അതിലൊരു തെറ്റും കാണാൻ പറ്റില്ല. UDF ഭരിക്കുന്ന കാലത്ത് UPA ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈഗോ കൊണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോൾ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയി കാണട്ടെ, ആ പാവങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇവിടെ പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിക്ക് പണം കൂട്ടിക്കൊടുക്കാൻ, യാത്രാബത്ത കൂട്ടിക്കൊടുക്കാൻ ഈ പാർട്ടി ഈ ഗവൺമെന്റ് തീരുമാനിച്ചത് അവിടെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായും. ശ്രീ പണ്ഡ്യാല ഷാജി, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് പോകുന്നു. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയും SDPAയുമായി സഖ്യമുണ്ടാക്കുന്നു. അവർ പരസ്പര സഹകരണ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അതിലുള്ള ആശങ്ക ഈ പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നോക്കൂ, ക്യാപ്റ്റനായി പിണറായി തുടരുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം, പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം, അതൊക്കെ ആ ഒരു ആധിയുടെ അടിസ്ഥാനത്തിൽ, ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ഒരു മുസ്ലിം മുഖം അവതരിപ്പിക്കുന്നു നേതൃനിരയിൽ. ഒരു ഭാഗത്ത് ക്യാപ്റ്റനായിട്ട് തന്നെ തുടരണം എന്ന് വാദിക്കുന്ന ഒരുപാട് പേർ ഉണ്ട്. പക്ഷെ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ പിണറായി ചില കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിൽ, ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ബാറ്റൺ മരുമകനെ ഏൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ? മറ്റൊരു കാര്യം കൂടി എനിക്കറിയേണ്ടത്, ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി വരുന്നവർ ആരൊക്കെയായിരിക്കും? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് P ശശി പോലും കടന്നു വരും എന്നും കേൾക്കുന്നു. പാർട്ടിയുടെ അവസ്ഥ ആ ഒരു തലത്തിലേക്ക് പോകുമോ? അത്രയും നിലവാര തകർച്ച ഉണ്ടാകുമോ? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ, പുതിയ കമ്മിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നമ്പർ 1 തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക്, സംസ്ഥാന കമ്മിറ്റിക്ക് വരും. പോയിന്റ് ബ്ലാങ്കിലുള്ള മറുപടി. അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഇതിനകത്ത് വന്നിരിക്കും. അതിൽ P ശശി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് സാറ് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്. ഈ MBR-നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആ പുറത്താക്കിയതാണ് വാസ്തവത്തിൽ ഇയാളുടെ രാശി തെളിഞ്ഞ സംഭവം. ഇയാൾ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ MBR-നെ 1986 പുറത്താക്കി എന്നുള്ള സംഭവത്തിന്റെ മേലെ ഞാൻ സ്ഥിരമായി പറയുന്നതാണ്, ഉറങ്ങിയിട്ട് കിടക്കയിൽ വീണ കക്ഷിയാണ് ഇയാൾ. അത് ഫൈബർ ബോമിന്റെ ബെറ്റിലാണ് ഇയാൾ വീണ്. അതിനുശേഷമാണ് ഈ മനുഷ്യൻ വ്യക്തിപരമായി അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പക, വെറുപ്പ്, നീചത്തരങ്ങൾ അത് മുഴുവൻ തന്നെ കെട്ടഴിച്ചു വിടുകയായിരുന്നു അയാൾ. ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്യന്തികമായ അയാളുടെ ഒരു ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അതാണ് ശരിക്കും. ആ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ അയാൾ നിർബാധം കണ്ണൂർ ജില്ലയിൽ കെട്ടഴിച്ചു വിടുകയും അക്രമത്തിന്റെയും അധാർമികതയുടെയും അനീതിയുടെയും പരമ്പരകളായിരുന്നു. ഞാനൊക്കെ അതിന് മാർട്ടിയറാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതുപോലെ 100 കണക്കിന് ആളുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇതിൽ പിന്നീടാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നതും സെക്രട്ടേറിയറ്റിന് ശേഷം അയാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമാവുന്നു. ഈ ഒരു വന്നിരിക്കുന്ന വാഴ്ചയിലാണ് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടറിലേക്ക്, അതായത് AKG സെന്ററിലേക്ക് ഇയാൾക്ക് ആവശ്യമുള്ള ആളുകളെ മുഴുവൻ ഇയാൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ വിരുദ്ധതയുടെ പരകോടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ മനുഷ്യനുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ഉപജാപക വൃന്ദങ്ങളുമായി തീർന്നു.
ഈ വൃന്ദങ്ങളുമായി തീർന്നതിൻ്റെ ഒരു വലിയ രാഷ്ട്രീയമായ വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ 2026 എന്താ ഇലക്ഷൻ നടക്കുമല്ലോ. ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ജയിക്കണമെങ്കിൽ ഇയാൾക്ക് എന്താണ് മാർഗം? അവിടെയാണ് ഈ സമ്മേളനത്തിനകത്ത് ഇപ്പോൾ കണ്ണൂർ പാർട്ടി ലോബിയുടെ വിഷയം പറഞ്ഞു, പിന്നെ മറ്റേ ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഗംഭീരമല്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ബഡായികളും ഉടായ്പകളും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് വഴി പറഞ്ഞു വന്ന് പുറത്തു വന്നെങ്കിൽ പോലും എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത്? അതാണ് അതിന്റെ കീ പോയിന്റ്. എന്ത് പൊളിറ്റിക്സ് ആണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത്? ഈ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ ഇവർക്ക് കഴിയാതെ തികച്ചും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സ്പ്രിന്റർ ആയിരിക്കുന്ന സംഭവത്തിനകത്ത് ഇവർ സെൻട്രലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തെ ഇവർ മറച്ചു വെക്കുന്നു എന്നാണ്. ഈ മറച്ചു വെക്കുന്നത് എവിടെയാണ് മറച്ചു വെക്കുന്നത്? 2026 ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണമെങ്കിൽ നിലവിലുള്ള ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഭാഗമായി അവർക്ക് അധികാരമല്ല, അത് കിയാമ നാടുകളുടെ ദൂരത്തേക്ക് അവർ എത്തില്ല എന്ന് ഇവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അപ്പൊ എത്താനുള്ള പ്രായോഗികമായിരിക്കുന്ന മാർഗം എന്താണ്? ആ പ്രായോഗികമായ മാർഗത്തിന്റെ ഭാഗമായാണ് ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ പിന്നെ അതൊന്നുമല്ല, അതായിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയാവുന്ന ചില തുടുന്യായങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിനാണ്. അതിനർത്ഥം എന്ത് വേണം? മുസ്ലിം ജനസാമാന്യത്തെ സമ്പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട വോട്ട് ആരുടേതാണ്? ആരുടെ വോട്ടാണ് കിട്ടേണ്ടത്? ആ കിട്ടേണ്ടുന്ന വോട്ട് ഹിന്ദു വോട്ടാണ്. ഈ ഹിന്ദു വോട്ട് കിട്ടുക എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇയാളെ വിവാദമായിരിക്കുന്ന ഒരു ഡൽഹി പിന്നെ PR വർക്കില്ലേ, അപ്പൊ ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്തേ. അതിനുശേഷം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് നമ്മൾ അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന എല്ലാ സംഭവത്തിന്റെയും പിന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കുമ്പോൾ ഇയാൾക്ക് പവറിൽ തിരിച്ചു വരാതെ ഈ മനുഷ്യന് കിടന്നുറങ്ങാൻ സാധ്യമല്ല. അങ്ങനെയാണ് എങ്കിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? ഒരൊറ്റ പണിയാണ് എടുക്കുന്നത്. ഇയാളുടെ വ്യക്തിപരമായ താല്പര്യവും ഇയാളുടെ സിൽബന്ദികളുടെ താല്പര്യത്തിനും മാത്രമായി ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഇയാൾ ബലി കൊടുക്കുന്നു എന്നാണ്. അതെന്തിന്റെ ഭാഗവും കൂടിയാണത്? അത് നിലവിൽ പിന്നെ ഭീതിയുണ്ട് എന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ കുറെ കൂടി ഭീതിയിലാഴ്ത്താവുന്ന, അതിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായാണ്. അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ ആരാണ് ഇയാൾ? ഹു ഈസ് ഹി ആൻഡ് വാട്ട് ഈസ് ഹി ഇൻ കേരള ഹിസ്റ്ററി ആൻഡ് കേരള പൊളിറ്റിക്സ്? ആരാണ് ഇയാൾ വാസ്തവത്തിൽ? ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യൻ. ഈ നമ്പർ 1 ക്രിമിനൽ പൊളിറ്റീഷ്യനായി വാഴ്ത്തെടുക്കുന്നതിനുള്ള ആധികാരികമായിരിക്കുന്ന അരിയിട്ട് വാഴ്ചയുടെ സമ്മേളനമാണ് ഈ കൊല്ലത്ത് നടക്കുന്ന CPIM പാർട്ടി സംസ്ഥാന സമ്മേളനം. അതെന്തിന്റെ മുന്നോടിയും കൂടിയാണ്? അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ആ മധുര പാർട്ടി കോൺഗ്രസിനകത്ത് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു തീരുമാനം കൂടി എടുപ്പിക്കുമ്പോഴാണ് അതിന്റെ പേരെ സെൻട്രൽ കമ്മിറ്റി പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് വിഭിന്നമായിരിക്കുന്ന എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടാവാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഇയാൾ വീണ്ടും ഏകഛത്രാധിപതിയായി ഇയാൾ തുടരുക തന്നെ ചെയ്യും. ഈ തുടരുക തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തികളും കൂടെ വരും. അവിടെ വരുമ്പോ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആര് വരും? ഇയാൾക്ക് പറ്റാവുന്ന ആളുകൾ മാത്രമേ ഇയാൾ സെക്രട്ടേറിയറ്റിലേക്ക് ഇയാൾ എടുക്കുകയുള്ളൂ. അതിൽ ശശി പ്രഥമഘടനീയനായി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. എന്താ കാര്യം എന്നറിയോ? ശശി ഉണ്ടായാൽ പിന്നെ മറ്റാളുകളുടെ ആവശ്യം ഇയാൾക്ക് സെക്രട്ടേറിയറ്റിനകത്ത് ഇല്ല, ഒരാവശ്യമില്ല. കാരണം പിന്നെ നായനാറുള്ള സമയത്ത് തന്നെ 14 പിന്നെ ജില്ലകളിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും പിന്നെ നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം, നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അതിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക അത്തരം ഒരു അനുഭവപാഠത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വളരെ ശക്തനാണ് ആ അർത്ഥത്തിൽ. അങ്ങനെ വരുമ്പോൾ എല്ലാ അധാർമികതകളും നിർബാധം എന്നോണം ചെയ്യുന്നതിൽ പിന്നെ എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്ന സംഭവമാണ്. ആ ആളെ കുറിച്ചുണ്ടായിരിക്കുന്ന വാർത്തകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പത്രങ്ങൾ വരുന്നില്ല. ഇതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മീഡിയാസ് വാസ്തവത്തിൽ ഈ പറയുന്ന ലോബിയുമായി ഉണ്ടായിരിക്കുന്ന ബന്ധത്തിന്റെ വിഷയം. ഇല്ലെങ്കിൽ അതടക്കം പത്രങ്ങൾ വരേണ്ടതാണ്. ഇത് വരാതിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അത് വളരെ കൃത്യമായി ഹൈഡ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ നേരത്തെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ഇതോടൊപ്പം തന്നെ ഇയാളുടെ ഈ നവകേരള സംഭവത്തിന്റെ അതിപ്പോ പിന്നെ നവകേരള പുതുവടിക്കകത്ത് കൊണ്ടുവരുമ്പോൾ ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന എല്ലാ സാധനവും എന്താണ് വാസ്തവത്തിൽ? അത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി കോർപ്പറേറ്റ് പിന്നെ സ്ഥാപനങ്ങളും അതിന്റെ സംരംഭങ്ങളുമാണ്. ഈ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനെതിരായി ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തിയത് ആരായിരുന്നു കേരളത്തിൽ? അത് സാക്ഷാൽ സഖാ VS അച്യുതാനന്ദനാണ്.
കിടന്നു പോയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ നടപ്പിലാക്കുന്നതിന് എതിർപ്പ് നിന്നിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ശരശയ്യയിൽ അദ്ദേഹത്തെ വീഴ്ത്തിയപ്പോ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന, അദ്ദേഹം വിയോജിപ്പ് എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും എന്ത് ചെയ്യാന്നറിയോ? ഇയാൾ വളരെ ഭംഗിയായി പുതിയ കുപ്പായ കൊണ്ട് ഇയാൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനർത്ഥം അവിടെയും കാണിക്കുന്ന എന്താണ്? വ്യക്തിപരമായിരിക്കുന്ന വൈരാഗ്യവും പകയും ഈ പാർട്ടിയുടെ വൗച്ചറിൽ വെച്ച് അയാൾ അതിമനോഹരമായി അയാൾ നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഒരൊറ്റ ഒരുത്തൻ, ഞാൻ ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഒരൊറ്റ ഒരുത്തൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിക്കകത്തും ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരൊറ്റയാൾ വരാൻ പോകുന്നില്ല, ഒരാൾ വരില്ല. ഞാൻ നിങ്ങളോട് ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ഒരു പരാതിയുടെയോ പരിഭവത്തിന്റെയോ ഭാഗമായിട്ട് പറയുന്നതല്ലേ ഞാൻ. കേവലം 21-22 വയസ്സ് മാത്രമാണ് SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന പിണറായിക്കാരിയായ ആ പെൺകുട്ടിക്കുള്ളത്. 21-22 വയസ്സാണ്. 22ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ? Can you imagine? എന്താ നിങ്ങൾ പറയുന്നത്? അതോടൊപ്പം തന്നെ പിണറായി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വരികയാണ് ആ കുട്ടി. വന്നതിലെല്ലാവർക്കും പരാതി. പക്ഷെ എന്ത് സമരാനുഭവത്തിനും എന്ത് സംഘടനാ പാഠവത്തിന്റെ മേലെയാണ് ആ കുട്ടി ഇതിനകത്തേക്ക് വരുന്നത്? അതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ ഇയാൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അയാൾ ഇൻസ്റ്റഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും വ്യക്തിപരമായ ആരോപണമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സംഘടനയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സംഘടന എന്തായിക്കൂടാ? നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ സാധൂകരണമായി ആ സംഘടനക്ക് ഒരാളെ നിങ്ങൾ ഇൻസ്റ്റഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെയെങ്കിൽ അത്രയേറെ ബുദ്ധിയും കഴിവും എവിഡൻസ് എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ. അതല്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വേണ്ടത് ആരാണ്? ഇയാളേക്കാൾ ബിലോ ആവറേജ് ആയിരിക്കുന്ന ആളുകളെ, ഇയാളെ ഏൽപ്പിക്കുന്ന തരംതാണ പ്രവൃത്തികൾ മുഴുവൻ തന്നെ ഭംഗിയായി ചെയ്യാനായിരിക്കുന്നതാണ്. ആ ഭംഗിയായിരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഏറ്റവും വലിയ കൈക്കാരെന്ന് പറഞ്ഞ ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണ് ഗോവിന്ദൻ, അതിൽപ്പെട്ട ഒരാളാണ് EP ജയരാജൻ. ഇവരെല്ലാം ഇയാൾ പറയുന്ന എന്ത് പ്രവൃത്തിയായിട്ട് P ശശി ഇതെല്ലാം ഇവരങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്നർത്ഥം ഇതിന്റെ ദുരന്തം മുഴുവൻ പേറുന്നത് ആരാണ്? വാസ്തവത്തിന് ദുരന്തം മുഴുവൻ പേറുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പാർട്ടി സഖാക്കളുണ്ട്. ആ പാർട്ടി സഖാക്കളെ പോലും അയാൾ വിലകൽപ്പിക്കുന്നില്ല. അതിന് എല്ലാവരും പറഞ്ഞ വിഷയമാണ് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരം. ആ സമരത്തോടെ അയാൾക്ക് ഒരു കരുണയോടെ ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാവുന്നത്? ഈ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ഒരാൾ ഒരു പാർട്ടിയെ വീണ്ടും നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി പോളിറ്റ് ബ്യൂറോയും തന്റെ അധികാരത്തിനും താൻ സമ്പാദിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ തനിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന വെൽത്തിന്റെയും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന നിഗൂഢമായ സാമ്രാജ്യത്തിന്റെയും മുമ്പിൽ ഒരു മണ്ണാങ്കട്ടയുമല്ല എന്ന് അയാൾ സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന സമ്മേളനമായി ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം മാറുമെന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വിശ്വസിക്കുന്ന ഒരാളാണ് മിസ്റ്റർ നമ്പ്യാർ. ഞാൻ അതുകൊണ്ട് ഒരു കാര്യോട് പറയാം. പാർട്ടി കമ്മിറ്റിക്കകത്തേക്ക് വരുന്ന ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1 കാട്ടാസുകളാണെന്ന് പൊതുജനം പറയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ പാർട്ടിക്കാർ തന്നെ പറയാവുന്ന ആളുകൾ ഈ പാർട്ടി കമ്മിറ്റിയിലേക്ക് ഒരു കമ്മിറ്റിയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇതിന്റെ വെടിയും കൂടിയാണ് ആര് പൊട്ടിച്ചത്? PK ഗുരുദാസൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. അത് വളരെ കൃത്യമായി എറിഞ്ഞിരിക്കുന്ന ഒരു വെടിയാണത്. അപ്പൊ ഈ വെടിയുടെ അലയൊലികൾ സത്യത്തിൽ അവരുടെ പൊളിറ്റിക്കൽ സംഭവത്തിനെ ഡാമേജ് ചെയ്യുമെന്നുള്ളത് ഇനി കാണാനിരിക്കുന്ന ചിത്രവും കൂടിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലത്തെ MLA ഇല്ല അവിടെ എങ്ങും. നിങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. B രാധാകൃഷ്ണ മേനോൻ, നോക്കൂ പതിവിന് വിപരീതമായിട്ട് BJPയുടെ ശക്തി പരാമർശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിലുണ്ട്, പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. സാധാരണ അങ്ങനെ വിട്ട് പറയാറില്ല. പക്ഷേ ഇവിടെ നോക്കൂ, വോട്ട് ചോർച്ച സംഭവിക്കുന്നു, പാർട്ടിയിൽ തന്നെ വോട്ട് ചോർച്ചയുണ്ടായിരിക്കുന്നു. ആ വോട്ടുകളെല്ലാം പോയത് BJPക്കാണ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനി കൊല്ലാനാണോ വളർത്താനാണോ? ഇല്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ട് ചോർച്ച എന്നുള്ള പരാമർശം CPM ഇപ്പൊ ആദ്യമായിട്ട് നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാ കാലത്തും അവര് അത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനുണ്ട്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യമായിട്ട് NDAക്ക് ഒരു MP അത് PC തോമസ് ആണ് മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചത്. എല്ലാവരും പേര് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ആ മത്സരത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളുടെ എണ്ണവും അതിഭീകരമായി കുറഞ്ഞപ്പോ അന്ന് ഇടതുപക്ഷ, അതായത് BJP NDA ജയിക്കാനിടയായത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെ, അതായത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ
CPM-ന്റെ വോട്ട് ബാങ്കുകളിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് NDA വിജയിക്കും എന്ന് വന്ന ഒരു സാഹചര്യത്തിൽ NDAയിലേക്ക് ഒഴുകി. അത് ദേശീയ തലത്തിൽ LK അദ്വാനി വന്ന് മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ച് പ്രചരണം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും NDAയുടെ ശക്തി കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ BJP വളരുമ്പോൾ BJP വോട്ട് കൂടുമ്പോൾ അത് CPM-ന്റെ കാലങ്ങളായിട്ടുള്ള വോട്ട് ബാങ്കിനെ ബാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ചെറുക്കാൻ അവരെല്ലാ കാലവും പരിശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോഴും പരിശ്രമിക്കുന്നു, ഇനിയും പരിശ്രമിക്കും. അതിന് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അവർക്ക് ആ ചെറുത്തുനിൽപ്പ് ഇനിയും സാധ്യമാവില്ല. കാരണം റഷ്യയില് നമുക്കറിയാം ഗോർബച്ചോവ്, പെരിസ്ട്രോയിക്ക്, ഗ്ലാസ്നോഷും ഒക്കെ പറഞ്ഞ ചരിത്രം. ആ നിലയിൽ വന്നിട്ട് ആ പ്രദേശം, ആ റഷ്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയവും അതിന്റെ പ്രസക്തിയും എല്ലാം എങ്ങനെ ഇല്ലാതായി. റഷ്യ എന്നൊരു ദേശമുണ്ട്, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ കവിത എഴുതിയ ആളുകളുണ്ട്, കേരളത്തിൽ പാട്ട് പാടിച്ച ആളുകളുണ്ട്, മധുര മനോജ്ഞ മനോഹര ചീന എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയെ പുകഴ്ത്തി പാടിയവരുണ്ട്. അങ്ങനെയെല്ലാം ചൈനയെയും റഷ്യയെയും കാണിച്ചിട്ട് കേരളത്തിലെ വയലേലകളിൽ പണിയെടുക്കുന്ന പട്ടിണിക്കാരെയും പാവപ്പെട്ടവരെയും സംഘടിപ്പിച്ചിരുന്ന കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസം ഇന്ന് ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നതിൽ, അവരെ അവഹേളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന എന്നാൽ അതേസമയം പിണറായിക്ക് സ്തുതി പാടുന്ന ആ നിലയിലുള്ള സ്തുതിപാഠകരുടെ, അവർക്ക് വാഴ്ത്തുപാട്ട് എഴുതുന്നവരുടെ പ്രസ്ഥാനമായി അധപ്പതിച്ചിരിക്കുന്നു. ആശയ ദൃഢതയുള്ള കേഡർമാർ നയിച്ചിരുന്ന കമ്മ്യൂണിസം ഇന്നിപ്പോ വാഴ്ത്തുപാട്ടുകാരുടെ അല്ലെങ്കിൽ ആ പാട്ടിന്റെ സംവിധായകരുടെ അല്ലെങ്കിൽ ആ പാട്ടിന്റെ രചയിതാക്കളുടെ അവരുടെയൊക്കെ അധീനതയിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ തരത്തിലുള്ള വഴിമാറ്റം കമ്മ്യൂണിസത്തിന് ആഗോളതലത്തിലുണ്ടായ പരിവർത്തനത്തെ കേരളത്തിലും ഏറ്റെടുക്കുന്നതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരുടെ ആ ഏറ്റെടുക്കൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ അവരുടെ ആ ഒരു വിശ്വാസം നശിപ്പിച്ചിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആശങ്ക അവരുടെ ഉള്ളിൽ ഉണ്ടായതാണ് BJPയെ കുറിച്ചുള്ള അവരുടെ ആശങ്കയുടെ അടിസ്ഥാനം. BJP ദേശീയ രാഷ്ട്രീയത്തിൽ, അതായത് RSSും BJPയും ഒക്കെ കേരളത്തിലോ അല്ലെ ഭാരതത്തിലോ ഒക്കെ പ്രവർത്തിക്കാൻ ആരംഭിച്ച അതേ കാലഘട്ടത്തിൽ 1925 കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസവും പ്രവർത്തിക്കാൻ ആരംഭിച്ചതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതാണ്. ഇന്നിപ്പോ ആ ഇന്ത്യയിലെ ഭരണസാരഥ്യത്തിലേക്ക് RSS ഉയർത്തുന്ന ആശയഗതികൾ, അതുമായി ബന്ധപ്പെട്ടവർ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ലോകം മുഴുവൻ ഉണ്ടായ മാറ്റം കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കി, കേരളത്തിലെ കമ്മ്യൂണിസത്തെയും ഇല്ലാതാക്കി. ഇപ്പൊ അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആശയമില്ലാതായി എന്നറിഞ്ഞിട്ടും ആമാശയത്തിന് വേണ്ടി സംഘടനയെ നിലനിർത്തിക്കൊണ്ട് ഭരണത്തിൽ തുടരാനുള്ള പരിശ്രമം മാത്രമാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് പാർട്ടി നിലനിർത്താൻ വേണ്ടി തുടർ ഭരണമാണ് അവരുടെ മുദ്രാവാക്യമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഇന്നലെകളിൽ അവർ പറഞ്ഞത് ഇവിടെ തൊഴിലാളി വർഗ വിപ്ലവം, തൊഴിലാളി നയിക്കുന്ന കമ്മ്യൂണിസം, തൊഴിലാളി നയിക്കുന്ന ഭരണം, ഇതൊക്കെയാ പറഞ്ഞത്. ഇന്ന് പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ അവർക്കെതിരെ ആക്ഷേപം ചൊരിയുന്ന, അവരെ പരിഗണിക്കാത്ത ആശാ വർക്കർമാരെന്നല്ല, അടിസ്ഥാന വർഗത്തെ അപ്പാടെ അവഹേളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആ കമ്മ്യൂണിസം മാറുമ്പോ അവരുടെ അടിസ്ഥാന വർഗമായിരുന്ന ആളുകളൊക്കെ ആശാകേന്ദ്രമായി BJPയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം BJP ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, ഇവിടെയും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനം. എന്നാൽ കമ്മ്യൂണിസം പറഞ്ഞ പോലെ തൊഴിലാളി വർഗ ഭരണം നടപ്പാക്കുമെന്നല്ല, പക്ഷെ ഈ നാട്ടിലെ എല്ലാവരെയും ഒരേപോലെ കാണും. ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവനും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവനും ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്ന തരത്തിൽ തന്നെ ഭരണം നടത്തും. ഉന്നതനായി പോയത് കൊണ്ട് അവന് അർഹിക്കുന്ന അവകാശം വേണ്ട എന്നല്ല. പക്ഷേ ദരിദ്ര നാരായണന്മാരുടെ മുഖമാണ് മഹാത്മജി പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ മോദിജിയുടെ മനസ്സിൽ ആദ്യം വരുന്നത്. നരേന്ദ്രമോദിയുടെ മുഖത്ത് ഭരണ പരിഷ്കാരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള പാവപ്പെട്ടവനെ നോക്കി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമീപനം ഉണ്ടാവുന്നു. എന്നാൽ അതേസമയം പിണറായിയുടെ കമ്മ്യൂണിസം പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ
അത് ഏറ്റവും വലിയ മുതലാളിയെ മുന്നിൽ കണ്ടുകൊണ്ട് മുതലാളിയുടെ താല്പര്യത്തിൽ ഇവിടെ വരുത്തേണ്ട പരിവർത്തനത്തെ നോക്കിക്കണ്ടുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുന്നവരായി മാറുന്നു. അത് വളരെ പ്രകടവുമാണ്. ന്യായീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ വേണ്ടി പാർട്ടി സമ്മേളനത്തിൽ പ്രമേയമാക്കേണ്ട, പാർട്ടിയിൽ ചർച്ച നടത്തേണ്ട, ന്യായീകരണ തൊഴിലാളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്തുതിപാഠകരെ പുതിയ പുതിയ കവികൾ ഉദയം കൊള്ളട്ടെ. യെസ്, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എനിത്തിങ് ടു ആഡ്? ഇവിടെ സംസ്ഥാന സമ്മേളനം ഏതാനും ദിവസങ്ങളും ഞായറാഴ്ച പര്യവസാനിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു ഭരണം അല്ലെങ്കിൽ തുടർ ഭരണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം അവരങ്ങനെ തന്നെയാണ് പൊസിഷൻ ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംഭവിച്ച പോരായ്മകൾ ഒരു വർഷം കൊണ്ട് തിരുത്താനാവണമെങ്കിൽ അവിടെ ഈ നയങ്ങൾ പോരാ എന്ന ഒരു ഓപ്പൺ അഡ്മിഷൻ. അതുകൊണ്ടാണ് പുതിയ പന്ഥാവുകൾ എന്ന രീതിയിൽ പിണറായി വിജയൻ തന്നെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അവിടെ പാർട്ടിയെയും സർക്കാരിനെയും ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും തുടർ ഭരണമെന്ന ഒറ്റ ഒരു അജണ്ട, വേറെ ഒരു അജണ്ടയും ഇല്ല. പ്രത്യയശാസ്ത്രം പത്തായപ്പുറത്ത് വെച്ചിരിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ട് എല്ലാ ജാടകളും മാറ്റിവെച്ചിരിക്കുന്നു. തുടർ ഭരണം, അതായത് പാർട്ടി ക്ലാസ് എന്നൊരു ക്ലാസ് ഉണ്ടായിരിക്കുന്നു. അതായത് വർക്കിംഗ് ക്ലാസ് അല്ല, പാർട്ടി ക്ലാസ് എന്നൊരു പുതിയ ക്ലാസ്. ആ ക്ലാസ്സിന് അധികാരമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് പരമാവധി അധികാര ഘടനയിൽ നിന്നും മാറി നിന്നാൽ സർവനാശം എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് പരമാവധി അച്ചടക്കം പാലിച്ചുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കത്തക്ക രീതിയിൽ സമ്മേളനം ഒരുക്കിയത് ഒരു പരിധിവരെ വിഭാഗീയത ഇല്ല എന്ന പ്രതീതി ജനിപ്പിച്ചു. ഇവിടെ എല്ലാം ഭദ്രമെന്ന പ്രതീതി ജനിപ്പിച്ചു. പക്ഷേ അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്നും ഒരുപാട് കോംപ്രമൈസ് വേണ്ടി വന്നിരിക്കുന്നു. അത് ദുഃഖകരമായൊരു സത്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും എത്ര വിമർശനം ഉയർന്നാലും പിണറായി ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടിയിലെ അപ്രമാദിത്വം, പ്രത്യേകിച്ച് കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം, പാർട്ടിയിലെ അപ്രമാദിത്വം അത് അവസാനിക്കാൻ പോകുന്നില്ല. നേരത്തെ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ 4 കോടി ചെലവാക്കിയാണ് CPM സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് രാഷ്ട്രീയമാണ് ഈ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്തരം പാർട്ടി സംസ്ഥാന സമ്മേളനം തരുമോ എന്ന് നമുക്ക് ഉറ്റുനോക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.